നമസ്കാരം. രാഷ്ട്രീയം മാറ്റിവെച്ച് ചർച്ച ചെയ്യേണ്ട ഒരു ഗുരുതര പ്രശ്നത്തിൽ ഇപ്പോൾ രാഷ്ട്രീയ ലഹരി കുത്തിയിറക്കുന്നത് ആരാണ്? കഴിഞ്ഞ ദിവസം കളമശ്ശേരിയിൽ പിടികൂടിയ കഞ്ചാവിനൊപ്പം SFI ബന്ധം ചേർക്കാൻ പരിശ്രമിച്ചവരിൽ KSU യൂത്ത് കോൺഗ്രസ് നേതാക്കൾ മാത്രമല്ല, പ്രതിപക്ഷ നേതാവും മുൻ പ്രതിപക്ഷ നേതാവും മാധ്യമങ്ങളും ഉണ്ട്. ഇപ്പോൾ കഥകൾ പുറത്തു വരുമ്പോൾ കഞ്ചാവിൻ്റെ കച്ചവടം പൊടി പൊടിപ്പിച്ച് ക്യാമ്പസിലും പുറത്തും വിരാജിക്കുന്നവരിൽ KSUക്കാർ മാത്രം നിരവധി. കളമശ്ശേരിയിൽ പിടികൂടിയ കഞ്ചാവ് കിട്ടിയ മുറി KSUക്കാരൻ്റേതാണെന്ന് തെളിയുമ്പോഴും അത് വാർത്തകളിൽ ഇടം പിടിക്കുന്നുണ്ടോ? കഞ്ചാവ് ലഹരിക്കൊപ്പം SFI മതി എന്ന് തീരുമാനിക്കുന്നത് ആരൊക്കെ ചേർന്നാണ്? കഞ്ചാവിൽ രാഷ്ട്രീയം കലർത്തുന്നവരുടെ ദുരുദ്ദേശം എന്ത്? ലഹരിക്കെതിരെ പോരാട്ടം നടത്താൻ ആരൊക്കെയുണ്ട് നമ്മുടെ സംസ്ഥാനത്തിനൊപ്പം? ലഹരി മാഫിയയുമായി കൈകോർക്കുന്നത് ആരാണ്? കഞ്ചാവ് മാഫിയയുടെ രക്ഷാധികാരി ശരിക്കും ആര്? ന്യൂസ് ആൻഡ് വ്യൂസ് ഈ വിഷയം പരിശോധിക്കുമ്പോൾ ഇന്ന് ചർച്ചയിൽ ചേരുന്നവർ: CPIM നേതാവ് ഡോക്ടർ ഷിജു ഖാൻ, കോൺഗ്രസിന് വേണ്ടി പങ്കെടുക്കുന്നത് തൗഫീഖ് രാജൻ, പ്രമുഖ മനഃശാസ്ത്രജ്ഞൻ ഡോക്ടർ ജയപ്രകാശ് R എന്നിവർ. ഏറ്റവും ആദ്യം ഡോക്ടർ ഷിജു ഖാൻ, രാഷ്ട്രീയ ലഹരി ആർക്കാണ്? കഞ്ചാവ് ഇപ്പോൾ പിടിക്കപ്പെട്ട ഏറ്റവും ഒടുവിലത്തെ വാർത്ത കളമശ്ശേരിയിൽ നിന്ന് വരുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഇന്നലെയും ഇന്നുമുള്ള വാർത്തകൾ ഏറ്റവും കൂടുതൽ SFIയെ ചേർത്ത് നിർത്തി കൊണ്ടുപോകുന്നതാണ്. രാഷ്ട്രീയ ലഹരിയുള്ള ആളുകൾ ആണ് ഇതിന് പിന്നിലെന്ന് പറയുമ്പോൾ സംസ്ഥാനത്തിൻ്റെ പ്രതിപക്ഷ നേതാവും മുൻ പ്രതിപക്ഷ നേതാവും ഉൾപ്പെടെയുണ്ട് SFIയെ പിരിച്ചുവിടണം എന്ന് പറയാൻ. എന്താണ് ഈ കാര്യത്തിൽ നിങ്ങളുടെ പ്രതികരണം? കേരളത്തിൽ ലഹരി മാഫിയക്കെതിരായിട്ടും അതോടൊപ്പം ഈ കഞ്ചാവ് അടക്കമുള്ള നിയമലംഘന പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കുന്നവർക്കെതിരെയും കർശനമായ നിയമ നടപടിയുമായിട്ടാണ് ഈ ഗവൺമെൻറ്റും അതോടൊപ്പം എക്സൈസ് വകുപ്പും പോലീസും മുന്നോട്ട് പോകുന്നത്. മുഖം നോക്കാതെ നടപടി സ്വീകരിക്കുകയും തെറ്റുകാരെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവന്ന് അവർക്കർഹമായ ശിക്ഷ വാങ്ങിക്കൊടുക്കുകയും ചെയ്യുന്ന നിലപാട് തന്നെയാണ് ഇക്കാര്യത്തിൽ പൊതുവിൽ ഗവൺമെൻറ് സ്വീകരിച്ചിട്ടുള്ളത്. എന്നാൽ കളമശ്ശേരി പോളിടെക്നിക്കിലുണ്ടായ സംഭവങ്ങളെ യാഥാർത്ഥ്യത്തെ മറച്ചുവെക്കാനും അതിൻ്റെ ഭാഗമായി പിടിക്കപ്പെട്ട് റിമാൻഡിലായ KSUവിൻ്റെ നേതാവ് M ആകാശിന് അദ്ദേഹത്തിൻ്റെ ഗുരുതരമായ നിയമവിരുദ്ധ പ്രവൃത്തിയും അദ്ദേഹം ഉൾപ്പെടെ നേതൃത്വം കൊടുത്ത ഈ ഇടപാടും മറച്ചുവെക്കാൻ എന്തിനാണ് മാധ്യമങ്ങൾ പരിശ്രമിച്ചത്? ഏതെങ്കിലുമൊക്കെ രാഷ്ട്രീയ നിലപാടുള്ളവർ ഒരു തെറ്റായ കാര്യത്തിൻ്റെ ഭാഗമായി മാറിയാൽ അത് തുറന്നു പറയാൻ മാധ്യമങ്ങൾ എന്തിനും മടിക്കണം? KSUവിൻ്റെ നേതാവും അതിൻ്റെ ഭാഗവുമായി സജീവമായി പ്രവർത്തിക്കുന്ന ആകാശ് ഉൾപ്പെടെ, അതോടൊപ്പം KSUവിൻ്റെ നേതാവും പോളിടെക്നിക് യൂണിയൻ്റെ തെരഞ്ഞെടുപ്പിൽ ആർട്സ് ക്ലബ്ബ് സെക്രട്ടറി സ്ഥാനാർത്ഥിയുമായിരുന്ന K ചാദിൽ, അനന്തു തുടങ്ങിയ KSUവിൻ്റെ നേതാക്കന്മാരുടെ പേരുകളും വാർത്തകളും എന്തിനാണ് മീഡിയ മറച്ചുവെച്ചത്? അതോടൊപ്പം ഈ സംഭവം പുറത്തു വന്നയുടൻ കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ്, ഇപ്പോൾ യൂത്ത് കോൺഗ്രസിൻ്റെ നേതാക്കന്മാരും KSUവിൻ്റെ നേതാക്കന്മാരും ഒന്നും പറയുന്നത് ആരും മുഖവിലക്കെടുക്കുന്നില്ല. പക്ഷേ കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് രംഗത്ത് വന്ന്, അതോടൊപ്പം കോൺഗ്രസിൻ്റെ നേതാവ് KPCCയുടെ പ്രസിഡന്റ് K സുധാകരൻ രംഗത്ത് വന്ന് SFIക്കെതിരായിട്ട് അങ്ങേയറ്റം അപമാനകരമായ തെറ്റായ പ്രസ്താവനകളിറക്കി SFI പിരിച്ചുവിടണം എന്നാവശ്യപ്പെട്ടത് എന്ത് വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ്? ഒരു രാഷ്ട്രീയ ബഹുമാനമില്ലാതെ ഒരിടത്തൊരു പ്രശ്നമുണ്ടായി അതിൻ്റെ വസ്തുതകൾ
അതിലെ KSU നേതാക്കന്മാരുടെ പങ്ക്, ആ KSU നേതാക്കന്മാരുടെ പൂർവകാലം, വർത്തമാനകാലം ഇതെല്ലാം മറനീക്കി പുറത്തു വന്നിട്ടും കോൺഗ്രസ് നേതാക്കന്മാർ SFIയുടെ മേൽ ഈ ആക്ഷേപങ്ങൾ മുഴുവൻ നിരത്തിയതിന് ബഹുമാന്യനായ പ്രതിപക്ഷ നേതാവും KPCCയുടെ പ്രസിഡന്റുമടക്കം കേരളീയ സമൂഹത്തോട് മാപ്പ് പറയണം. മാധ്യമങ്ങൾ ഇത് മറച്ചു വെച്ചതിന്. മനോരമ പത്രത്തിലൊക്കെ എന്തൊക്കെയാണ് വാർത്ത? SFI നേതാവിൻ്റെ മേൽ ഇതിൻ്റെ മുഴുവൻ ആക്ഷേപങ്ങളും നിരത്തുന്നു. ഇന്നത്തെ മനോരമയുടെ ചർച്ചയും ഞാൻ മനസ്സിലാക്കുന്നത് SFIയെ ആക്ഷേപിക്കാനും SFI വിരുദ്ധത പ്രചരിപ്പിക്കാനുമുള്ള സമയമാക്കി അവരുടെ ചർച്ചകളെ മാറ്റുകയാണ്. പഴയ കാലമല്ല, മനോരമ പത്രം എഴുതുന്നത് സെക്കൻഡുകൾക്കുള്ളിൽ അതിൻ്റെ വസ്തുത പുറത്തു കൊണ്ടുവരാൻ കേരളത്തിലെ നല്ല സാക്ഷരതയുള്ള ജനങ്ങൾക്കറിയാം. അതുകൊണ്ടാണ് SFIയുടെ സ്റ്റേറ്റ് സെക്രട്ടറി പത്രസമ്മേളനം നടത്തി കോൺഗ്രസിൻ്റെ നേതാക്കന്മാർക്ക്, യൂത്ത് കോൺഗ്രസ് നേതാക്കന്മാർക്ക്, KSU നേതാക്കന്മാർക്ക് എങ്ങനെയാണ് ക്രിമിനൽ ഗുണ്ടാ ബന്ധം ഉണ്ടാകുന്നത്, എങ്ങനെയാണ് KSU നേതാക്കന്മാരെ കഞ്ചാവ് മാഫിയയുമായിട്ടുള്ള അവരുടെ ബന്ധമെന്താണ്, അവർ റിമാൻഡ് ചെയ്യപ്പെട്ടപ്പോൾ എന്തുകൊണ്ട് ഈ വാർത്തകൾ കൊടുത്തില്ല, അദ്ദേഹം വിശദീകരിച്ചത്. ഞാൻ അപ്പോഴും ഇതിനെ ഓർമ്മിപ്പിക്കുന്നത്, ഇതിനെ ഒരു രാഷ്ട്രീയ വിഷയമായി കാണാനും ഒരു സംഭവം ഉണ്ടായാൽ ഉടൻ അതിൻ്റെ കാര്യകാരണങ്ങൾ പുറത്തു വരുന്നതിനു മുമ്പേ SFI വിരുദ്ധതയും SFI നശിച്ചു കാണണം എന്ന ആഗ്രഹവും പ്രകടിപ്പിക്കുന്ന പ്രതിപക്ഷ നേതാവും KPCCയുടെ പ്രസിഡന്റുമൊക്കെ ഏത് നിലവാരത്തിലാണ് കേരളത്തിൽ? ഡോക്ടർ ഷിജു ഖാൻ, ഈ കാര്യത്തിൽ ഇപ്പോൾ താങ്കൾ പറഞ്ഞതുപോലെ കൃത്യമായി ഒന്നല്ല, രണ്ടല്ല, മൂന്നല്ല, അനേകം KSU നേതാക്കളുടെ പേരുകളാണ് ഇന്നിപ്പോൾ പുറത്തേക്ക് വരുന്നത്. ഈ കസ്റ്റഡിയിലായിട്ടുള്ള പലരും KSUക്കാരാണ്. എവിടെയെങ്കിലും SFI ബന്ധമുള്ള ആളുകൾ ഇതിനകത്ത്, ഒരുപക്ഷേ ഇതിൻ്റെ ഈ കണ്ണികളിലൊക്കെ, ഇത് ഡ്രഗ് എന്ന് പറയുന്നത് നമുക്കറിയാം കേരളത്തിൽ പലയിടത്തും ഇപ്പോൾ ഇതൊരു സുലഭമായ രീതിയിലുണ്ട്. അത് SFIയോ KSUO എന്ന് നോക്കിയിട്ടൊന്നും വരുന്നതല്ല, പല ചെറുപ്പക്കാരുടെയും കയ്യിൽ അത് എത്തുന്നുണ്ട്. അങ്ങനെ എത്തുന്ന ഏറ്റവും ഒടുവിലത്തെ കണ്ണികളിലൊക്കെ SFIയുടെ ആരെങ്കിലും ഇത്തരത്തിൽ പിടിക്കപ്പെടുന്നുണ്ടെങ്കിൽ അവർ ഇപ്പോൾ SFI ആയി ഉണ്ട് എന്ന് പറയാനാകുമോ? അല്ല, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ഈ കളമശ്ശേരിയിൽ നടന്ന റെയ്ഡുമായി ബന്ധപ്പെട്ട കാര്യം തന്നെ പരിശോധിക്കാം. വാസ്തവത്തിൽ വ്യാഴാഴ്ച രാത്രി നടന്ന റെയ്ഡിൽ പോലീസിന് പിന്തുണയുമായി അവിടെ SFIയുടെ വിദ്യാർത്ഥികളായിട്ടുള്ള ആളുകളെത്തി. ഇത് മാധ്യമങ്ങൾ മറച്ചുവെച്ചു. രാത്രി 9 മണിക്കാണ് റെയ്ഡ് തുടങ്ങിയത്. SFIയുടെ യൂണിറ്റ് പ്രസിഡന്റ്, സെക്രട്ടറി എന്നിവരെത്തി. പുലർച്ചെ 4-ന് റെയ്ഡ് കഴിയുന്നതുവരെ ഉദ്യോഗസ്ഥർക്ക് പിന്തുണയുമായി SFI പ്രവർത്തകരടക്കമുള്ള വിദ്യാർത്ഥികൾ അവിടെ ഉണ്ടായിരുന്നു. ഒടുവിൽ പോലീസ് മഹസറിൽ പ്രസിഡന്റ് KA അൻവിൻ, സെക്രട്ടറി മുഹമ്മദ് അൻസിൽ എന്നിവർ സാക്ഷികളായി ഒപ്പിട്ടു. അപ്പോൾ KSUവിൻ്റെ നേതാക്കന്മാർ കഞ്ചാവ് കേസിൽ അകപ്പെട്ട കാര്യം മറച്ചുവെക്കാനും SFIക്കെതിരായ ആക്ഷേപങ്ങൾ നിരത്താനും തയ്യാറായിട്ടുള്ളവർ ഈ കാര്യങ്ങളെല്ലാം മറച്ചുവെക്കാനുള്ള ശ്രമമാണ് അവർ നടത്തിയിട്ടുള്ളത്. പിന്നെ വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി ഏതെങ്കിലും ഘട്ടങ്ങളിൽ ഉണ്ടായിരുന്നവർ, അവരേതെങ്കിലും തെറ്റായ കാര്യങ്ങളിൽ ഇടപെട്ടാൽ കർശന നിലപാട് SFI സ്വീകരിക്കും, ഒരു സംശയവും വേണ്ട. അതോടൊപ്പം പുരോഗമന പ്രസ്ഥാനങ്ങൾ അക്കാര്യത്തിൽ നിലപാട് സ്വീകരിക്കും. നമ്മുടെ നാട്ടിൽ ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾ SFIയുടെ കൊടിക്ക് കീഴിൽ അണിനിരക്കുന്നുണ്ട്. ക്യാമ്പസുകളിൽ മറ്റ് വിദ്യാർത്ഥി സംഘടനകളുടെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്നവരുണ്ട്. അതിൽ ആരെങ്കിലും തെറ്റുകാരാണ്, അവർ ദൗർഭാഗ്യകരമായ ഏതെങ്കിലും കാര്യം ചെയ്താൽ നമുക്ക് തള്ളിപ്പറയാം, തീർച്ചയായിട്ടും തള്ളിപ്പറയാം. പക്ഷേ VD സതീശനും അതോടൊപ്പം K സുധാകരനും കോൺഗ്രസിൻ്റെ സമുന്നത നേതാക്കന്മാരും SFIക്കെതിരായി ഇല്ലാക്കഥകൾ മെനഞ്ഞെടുക്കാൻ, SFIയെ പിരിച്ചുവിടണമെന്നാവശ്യപ്പെടാൻ അവർ എങ്ങനെയാണ് അവർക്ക് മനസ്സ് വന്നത്? അത് ചോദിക്കാൻ തീർച്ചയായിട്ടും മാപ്പ് പറയണം കേരളീയ സമൂഹത്തോട്. ഡോക്ടർ ഷിജു ഖാൻ, ആ ഒരു സ്റ്റേറ്റ്മെന്റ് അവിടെ നിലനിർത്തി അതിന് ഊന്നൽ കൊടുത്തുകൊണ്ട് തന്നെയാണ് ഞാൻ ചർച്ചയുടെ അടുത്ത ഭാഗത്തേക്ക് പോകുന്നത്. തൗഫീഖ് രാജനിലേക്ക് ഞാൻ പോകുന്നത്. യൂത്ത് കോൺഗ്രസിൻ്റെ പ്രതിനിധിയാണ് തൗഫീഖ് രാജൻ. നോക്കൂ, ദൗർഭാഗ്യകരമാണ്. ഞാൻ ഡോക്ടർ ഷിജു ഖാനെ പോലെ ഒരു നേതാവിനോട് SFIക്കാരുണ്ടോ അതിനകത്ത്, അല്ലെങ്കിൽ KSUക്കാർ എത്ര എന്നൊക്കെയുള്ളൊരു ചോദ്യം ഇത്തരമൊരു ചർച്ചയിൽ ചോദിക്കേണ്ടി വരുന്നത്. രാഷ്ട്രീയമല്ല ഈ കാര്യത്തിൽ എടുക്കേണ്ടത്. ഈ കാര്യത്തിൽ നമ്മുടെ ചെറുപ്പക്കാർക്ക്
ലഹരിയുമായി ഏതെങ്കിലും തരത്തിലുള്ള ബന്ധമുണ്ടാകുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണം കണ്ടെത്തി ആ ഉറവിടത്തെ ഇല്ലാതാക്കി കേരളത്തെ നല്ല ഊർജ്ജസ്വലരായ ചെറുപ്പക്കാരുടെ നാടാക്കി മാറ്റുക എന്നുള്ളതാണ് നമ്മളൊക്കെ ചെയ്യേണ്ടത് എന്നിരിക്കെ എന്തുകൊണ്ട് ആ ചോദ്യം എനിക്ക് ചോദിക്കേണ്ടി വന്നു എന്നുള്ളത് താങ്കൾക്ക് ഇതിനകം വ്യക്തമായിട്ടുണ്ടാകുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കേരളത്തിൻ്റെ ഉത്തരവാദിത്വപ്പെട്ട ഒരു പ്രതിപക്ഷ നേതാവ്, മുൻ പ്രതിപക്ഷ നേതാവ്, ഈ രാജ്യം ഭരിച്ച പാർട്ടിയുടെ ഈ സംസ്ഥാനത്തിൻ്റെ അധ്യക്ഷൻ, ഇവരൊക്കെ SFI പോലെ ഒരു വിദ്യാർത്ഥി സംഘടനയെ ഈ കളമശ്ശേരിയിലെ ഈ ലഹരി പിടിച്ചതുമായി ബന്ധപ്പെട്ട് ചേർത്ത് നിർത്തി ഈ സംഘടന അവസാനിപ്പിക്കൂ എന്ന് പറയുന്നൊരവസ്ഥ ഉണ്ടാകുന്നത് എന്ത് രാഷ്ട്രീയമാണ് സർ? ഇവിടെ ഡോക്ടർ ലാൽ, ഇവിടെ ഡോക്ടർ ഷിജു ഖാൻ പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ എല്ലാം KSUക്കാരാണ് ചെയ്തു വെച്ചത്, SFIക്കാർക്ക് ഇതിൽ യാതൊരു തരത്തിലുമുള്ള ബന്ധമില്ല എന്നുള്ളതാണ്. ആമുഖമായി തന്നെ ഞാൻ പറയാൻ ആഗ്രഹിക്കട്ടെ, ഇന്നലെ KSU പ്രതിനിധിയായാണ് ഞാൻ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. സ്വാഭാവികമായിട്ടും ഇന്നലെ ഈ വിഷയം ഉണ്ടായപ്പോൾ തന്നെ കളമശ്ശേരിയിൽ ഇത്തരത്തിൽ കളമശ്ശേരി പോളിടെക്നിക്കിൽ ഇത്തരത്തിലുള്ള റെയ്ഡ് നടക്കുന്നു ഇല്ലെങ്കിൽ റെയ്ഡ് നടന്നു എന്നുള്ള വാർത്ത പുറത്തു വന്ന ഘട്ടത്തിൽ തന്നെ ഞങ്ങളുടെ സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവ്യർ വ്യക്തമാക്കിയ ഒരു കാര്യമുണ്ട്. ഈ ലഹരി വിരുദ്ധ പോരാട്ടത്തിൽ കൃത്യമായിട്ടുള്ള ഒരു മുന്നേറ്റവുമായിട്ടാണ് KSU മുന്നോട്ട് പോകുന്നത്, ഒരു കൃത്യമായിട്ടുള്ള സന്ദേശവുമായിട്ടാണ് KSU മുന്നോട്ട് പോകുന്നത്. ഇതിലൊരു രാഷ്ട്രീയം കാണാൻ KSU തയ്യാറാവുന്നില്ല. സ്വാഭാവികമായിട്ടും ഇതിൻ്റെ ഉറവിടത്തെ കണ്ടെത്തി കൃത്യമായിട്ടുള്ള പരിഹാര മാർഗമാണ് വേണ്ടത്. ഇതിൻ്റെ കൃത്യമായ സോഴ്സ്, ഉറവിടം കണ്ടെത്തി അവിടെ എന്തുകൊണ്ട് സർക്കാരിന് കൃത്യമായിട്ടുള്ള ഇടപെടൽ നടത്താൻ കഴിയുന്നില്ല, ഇതിൻ്റെ സോഴ്സ് ആരാണ്, ഇതിൻ്റെ ഉപയോക്താക്കൾ ആരാണ്, എവിടെ നിന്നാണ് ഇതിൻ്റെ ഉറവിടം എന്നത് സംബന്ധിച്ച് അതിൻ്റെ ഒരു കൃത്യത വരുത്താൻ എന്തുകൊണ്ട് സർക്കാർ തയ്യാറാവുന്നില്ല? ഞാൻ ഒന്ന് ഇടപെടട്ടെ, താങ്കളുടെ സംഭാഷണത്തെ ഞാൻ തടസ്സപ്പെടുത്തുകയല്ല, പക്ഷെ താങ്കൾക്ക് ഞാൻ സമയം തരാം. പക്ഷെ ഇതിനകത്ത് താങ്കൾ ഇപ്പോൾ പറഞ്ഞ ഒരു കാര്യത്തിനകത്ത് ഇല്ല, ഞാൻ ഷിജു ഖാൻ പറഞ്ഞപ്പോൾ ഞാൻ തടസ്സപ്പെടുത്തിയില്ല. തൗഫീഖ് രാജൻ പറയുമ്പോഴും ഞാൻ തടസ്സപ്പെടുത്തില്ല. തൗഫീഖ് രാജന് ആവശ്യത്തിന് സമയം തരും. ഞാൻ ഇപ്പോൾ ഒരു കാര്യം ചോദിക്കാൻ വന്നത് ഇത്ര മാത്രമേ ഉള്ളൂ. തൗഫീഖ് രാജൻ കേൾക്കൂ, എന്താണ് താങ്കൾ പറഞ്ഞു വന്നത്? KSUവിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ അലോഷ്യസ് സേവ്യർ കഴിഞ്ഞ ദിവസം പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച്. അതാണ് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം. ഈ അലോഷ്യസ് ഇന്നലെ ഒരു പ്രധാനപ്പെട്ട മാധ്യമ ചർച്ചയിൽ വലിയ രീതിയിൽ കേരളത്തോട് പറഞ്ഞൊരു കാര്യമുണ്ട്. ഈ കളമശ്ശേരിയിൽ ഈ 2 കിലോയ്ക്ക് അടുത്ത് കഞ്ചാവ് പിടിച്ച ആ മുറി KSUക്കാരൻ്റേതല്ല എന്നാണ് അദ്ദേഹം കേരളത്തോട് പറഞ്ഞത്. അത് ആ രീതിയിൽ തന്നെയാണ് ചർച്ച, അങ്ങനെ തന്നെ അവസാനിപ്പിച്ച് പോവുകയാണ് ഇന്നലെ ഉണ്ടായത്. ഇന്ന് പുറത്തു വന്ന വാർത്ത, ഇന്ന് ആ മുറിയുടെ ഉടമ ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥികൾ ഈ മാധ്യമങ്ങളോട് പറഞ്ഞിരിക്കുന്നത് എന്താണ്? KSUവിൻ്റെ പ്രതിനിധികളാണവർ, KSUവിന് വേണ്ടി മത്സരിച്ച ആളുകളാണവർ, KSUവിൻ്റെ അംഗങ്ങളാണ് അവർ, പിടിക്കപ്പെട്ടവരും ആ മുറിയിലുണ്ടായിരുന്നവരുമൊക്കെ. എന്താണ് അലോഷ്യസ് സേവ്യർ അപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സർ? ഡോക്ടർ ലാൽ, ഇനി അങ്ങയുടെ ചോദ്യം അങ്ങ് ചോദിച്ചു കഴിഞ്ഞെങ്കിൽ ഇനി ഞാൻ മറുപടി പറയുന്നത് വരെ അങ്ങ് ഇടപെടരുത് എന്ന് അഭ്യർത്ഥിക്കുന്നു. അതിനുശേഷം അങ്ങേക്ക് ചോദിക്കാം, ഞാൻ അതിന് മറുപടിയും പറയാം. സ്വാഭാവികമായിട്ടും അങ്ങ് ചോദിച്ച 1-2 ചോദ്യങ്ങളുണ്ട്. അതിൽ ഞാൻ മുൻപ് പറഞ്ഞു, ഞാൻ അതിൻ്റെ തുടർച്ചയായി പറയാൻ ആഗ്രഹിക്കുന്നു. KSU സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞത് കലവറയില്ലാത്ത പിന്തുണ ലഹരി വിരുദ്ധ പോരാട്ടത്തിൽ സർക്കാരിന് നൽകുന്നു എന്നുള്ളതാണ്. ഇവിടെ ഈ പ്രതികൾ അഭിരാജ്, ആകാശ്, ആദിത്യൻ, ആദിൽ എന്നൊക്കെയാണ് പറയുന്നത്. അതിനകത്ത് ആർക്കാണ് കൃത്യമായിട്ടുള്ള പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ളത്? പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ളത് യൂണിയൻ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള SFIയുടെ യൂണിയൻ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള അഭിരാജിനാണ്. എന്തുകൊണ്ട് പ്രതിപക്ഷ നേതാവിനും മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയ്ക്കും ഇങ്ങനെ പറയേണ്ടി വരുന്നത്? എനിക്ക് മനസ്സിലായില്ല. ഞാൻ ഇടപെടുന്നത് താങ്കൾ ഇങ്ങനെയൊക്കെ പറയുമ്പോഴാണ്. തൗഫീഖ് ഇങ്ങനെയൊക്കെ പറയുമ്പോൾ എനിക്ക് ഇടപെട്ടേ പറ്റുകയുള്ളൂ. എന്താണ് പറഞ്ഞത് ഇപ്പോൾ? എന്താണ് താങ്കൾ 4-5 പേരുകൾ പറഞ്ഞു. ഇവരെല്ലാം വിദ്യാർത്ഥികൾ, മാധ്യമങ്ങൾ കൊടുത്തതുപോലെ ഇവരെല്ലാം വിദ്യാർത്ഥികൾ, ഇവരാരും KSUക്കാരല്ല. എന്നാൽ ഒരാൾ മാത്രം SFIക്കാരൻ. അനന്തു KSU അല്ല, ആദിൽ KSU അല്ല, ആകാശ് KSU അല്ല, അവരൊക്കെ വിദ്യാർത്ഥികൾ, അവർ SFI അല്ലല്ലോ. അതിന് എതിർപക്ഷത്ത് നിൽക്കുന്നവരാണല്ലോ.
ആദിൽ പ്രതിയാണോ? ഇതുവരെ പ്രതി എടുത്തിട്ടുണ്ടോ ഡോക്ടർ ലാൽ ഈ കേസിനകത്ത്? ശരി, അപ്പൊ ആദിലിനെ കേസ് എന്ന് പറയാൻ നിങ്ങൾക്ക് എന്താണ് മടി? ഇപ്പോ ഒന്ന് വ്യക്തമാക്കാം. നിങ്ങൾ വെറുതെ കണ്ണടച്ചിട്ടാക്കരുത്. കൈരളിക്ക് SFI വെള്ളപൂശാൻ, കേരളത്തിലെ CPM-നെ വെള്ളപൂശാൻ വല്ലാത്ത തിടുക്കം ഉണ്ടായിരിക്കും. പക്ഷെ അത് കേരളത്തിലെ KSUവിനെ അങ്ങ് അടിച്ചാക്ഷേപിക്കാനും KSU ആണ് ഇതിന്റെ എല്ലാം വിദ്യാർത്ഥികളുമാണ്. അപ്പൊ KSU ഇല്ലേ? വളരെ കൃത്യമായി തന്നെ ചോദ്യത്തിന് മറുപടി പറയാൻ പറ്റുമോ? ആരെങ്കിലും KSU ഉണ്ടോ? എനിക്കതൊന്നും അറിഞ്ഞാൽ മതി. ഞാൻ ഈ ചർച്ച ഇങ്ങനെ കൊണ്ടുപോകാൻ ആഗ്രഹിച്ചതേ അല്ല. താങ്കൾ തർക്കിക്കുകയാണ്. SFI മാത്രം അപ്പുറത്ത്, ഇപ്പുറത്തെ വിദ്യാർത്ഥികൾ. KSU ഇല്ല. ഇതിൽ പ്രതികളായിട്ട് KSU ഇല്ല. അവർ തന്നെ മാധ്യമങ്ങളോട് തുറന്നു പറഞ്ഞാലും അവർ KSU അല്ല. ഷാലിക് എന്ന് പറയുന്ന ഡോക്ടർ ലാൽ ഞാൻ പറയാം. ഡോക്ടർ ലാൽ ഞാൻ വളരെ കൃത്യമായി പറയാം. ഷാലിക് എന്ന് പറയുന്ന ആൾ ഇന്ന് അറസ്റ്റിലായ ആൾ KSUവിന്റെ യൂണിറ്റ് സെക്രട്ടറി ആയിരുന്നു. 2022-23 കാലയളവിൽ യൂണിറ്റ് സെക്രട്ടറി ആയിരുന്നു. അതിനുശേഷം 2024 ഇനി ഇടപെടരുത് 2024 ആ വിദ്യാർത്ഥി സെം ഔട്ട് ആവുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഹാജറിന്റെ ഷോർട്ടേജുമായി ബന്ധപ്പെട്ട്, അറ്റൻഡൻസ് ഷോർട്ടേജുമായി ബന്ധപ്പെട്ട് ആ വ്യക്തി ഇയർ ഔട്ട് ആവുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതിനുശേഷം ഞാൻ വെല്ലുവിളിക്കുന്നു, 2024 ഈ ഷാലിക്ക് ആ കോളേജിൽ നിന്ന് ഇയർ ഔട്ട് ആയ ശേഷം ഏതെങ്കിലും തരത്തിലുള്ള ഒരു KSU പരിപാടിയിൽ ഈ ഷാലിക്ക് പങ്കെടുത്തിട്ടുണ്ടോ? ഷാലിക്കിന് KSU വളർത്തുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട ജോലി എന്തായിരുന്നു അറിയോ? ഷാലിക്കിന്റെ പ്രധാനപ്പെട്ട ജോലി ഈ കഞ്ചാവ് കൊണ്ടുപോയി അവിടെ ഉള്ളവർക്ക് കൊടുക്കുക. കഞ്ചാവ് ഓഫറിന് അവിടെ കൊടുക്കുക. കഞ്ചാവ് ആ ഹോസ്റ്റലിൽ കഞ്ചാവ് കൊണ്ട് വെക്കുക. ഷാലിക് എന്ന താങ്കൾ ഇപ്പോൾ വെളിപ്പെടുത്തിയ KSU-കാരൻ, അദ്ദേഹത്തിന് എന്തായാലും KSU-യുമായിട്ടായിരിക്കുമല്ലോ ബന്ധം, KSU വിദ്യാർത്ഥികളുമായിട്ടായിരിക്കുമല്ലോ ബന്ധം. അദ്ദേഹമാണല്ലോ അവിടെ വനിതാ KSU വിദ്യാർത്ഥികളുടെ മെമ്പർഷിപ്പ് ഉദ്ഘാടനം ചെയ്ത ആൾ. ഈ ഷാലിക്കാണ് അവിടെ വന്നിട്ട് ഈ അനന്തു, ആകാശ്, ആദിൽ ഇവരുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിരിക്കുന്നത്. ഈ ഹോസ്റ്റൽ മുറിയിൽ 2 കിലോ കഞ്ചാവ് കൊണ്ട് വെച്ചത് ഷാലിക്കാണ്. അദ്ദേഹത്തിന് KSU വളർത്താനല്ല സമയം, കഞ്ചാവ് വളർത്താനാണ്. കൃത്യമായി മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ആ KSU-വുമായി ഇന്നത്തെ സാഹചര്യത്തിൽ ഞാൻ വളരെ കൃത്യമായി അങ്ങോട്ട് പറഞ്ഞു, 2022-23 കാലഘട്ടത്തിൽ ഷാലിക്ക് യൂണിറ്റ് സെക്രട്ടറി ആയിരുന്നു. ഞാൻ സമ്മതിക്കുന്നു. 2022 കാലഘട്ടത്തിൽ പങ്കെടുത്തു എന്ന് തെളിയിക്കാൻ കൈരളി ചാനലിനോ SFIക്കോ സാധിക്കുമോ? ഞാൻ വെല്ലുവിളിക്കുകയാണ്. ഈ ഷാലിക്കിനെ നിങ്ങൾ എന്ത് ചെയ്തു? ഷാലിക്ക് കഞ്ചാവ് മാഫിയയുടെ ഏജന്റ് ആണെങ്കിൽ നിങ്ങൾ ഷാലിക്കിനെ പുറത്താക്കിയോ? എപ്പോഴാണ് വെറുതെ നമ്മളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ബഹളം വെച്ചിട്ട് കാര്യമില്ല. ഇതൊരു ചെറിയ വിഷയമല്ല, ഈ രാജ്യത്തെ ചെറുപ്പക്കാരെ ബാധിക്കുന്ന വിഷയമാണ്. നിങ്ങൾക്ക് അല്പമെങ്കിലും ആത്മാർത്ഥതയുണ്ടെങ്കിൽ ഈ ലഹരി മാഫിയയെ ഇല്ലാതാക്കണമെന്ന് നിങ്ങൾക്ക് അല്പമെങ്കിലും ആത്മാർത്ഥതയുണ്ടെങ്കിൽ നിങ്ങളുടെ നേതാക്കൾ അതിനാണ് നിങ്ങൾ ആഹ്വാനം ചെയ്യുന്നതെങ്കിൽ, VD സതീശനും K സുധാകരനും ഒക്കെ അതിനാണ് നിങ്ങളെ പഠിപ്പിക്കുന്നതെങ്കിൽ ദയവായി ഇങ്ങനെ തർക്കിക്കാതിരിക്കും, ദയവായി ഇങ്ങനെ തർക്കിച്ച് ബഹളം ഉണ്ടാക്കാതിരിക്കും. താങ്കൾ ഈ വിഷയം മനസ്സിലാക്കൂ. ഡോക്ടർ വന്നിരിപ്പുണ്ട്, ഒരു മനഃശാസ്ത്ര വിദഗ്ധനുണ്ട്. അദ്ദേഹം ഇന്ന് പുറത്തിറങ്ങിയ പ്രമുഖ ഒരു ആനുകാലികത്തിൽ പോലും ഈ ലഹരി മാഫിയയെ കുറിച്ച് എഴുതിയിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. ദയവായി ഞങ്ങളെയൊക്കെ അപമാനിക്കരുത് സാർ, കേരളത്തെ അപമാനിക്കരുത്. ദയവായി തൗഫീഖ്, നിങ്ങളെപ്പോലുള്ള ആളുകളെ ഇത്തരം ചർച്ചകളിലേക്ക് പറഞ്ഞു വിടുന്നവർ വെറുതെ ബഹളമുണ്ടാക്കി കേരളത്തെ അപമാനിക്കാനാണ് ശ്രമിക്കുന്നത്. ദയവായി കേൾക്കൂ. ഞാൻ താങ്കളിൽ നിന്ന് ഒരു നിമിഷം ചർച്ച ഡോക്ടറിലേക്ക് ഒന്ന് പോയിട്ട് വരാം. ഡോക്ടർ ജയപ്രകാശ്, ഇതാണ് ദൗർഭാഗ്യവശാൽ, എന്നോട് പൊറുക്കൂ ഡോക്ടർ, ഇത്തരം ഒരു ചർച്ച ഇങ്ങനെ പോകുന്നതിൽ ഞാൻ കേൾക്കൂ. ഇത് KSUവിന്റെയോ SFIയുടെയോ ഒരു പ്രസംഗ വേദിയല്ല. ദയവായി തൗഫീഖ് കേൾക്കൂ. തൗഫീഖ് ഒന്ന് കേൾക്കൂ. ഒരു മിനിറ്റ് കേൾക്കൂ. തൗഫീഖ് ഒന്ന് കേൾക്കൂ. തൗഫീഖ് കേൾക്കൂ. ഇതാണ് ഇത്തരത്തിലൊരു ചർച്ച മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. ദയവായി ഇല്ല നിങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുക. ഞാൻ പറയുന്ന ഒരു മിനിറ്റ് കേൾക്കാതിരിക്കുക. ഈ ചർച്ചയുടെ അവതാരകനാണ് ഞാൻ പറയുന്നത് കേൾക്കുക. താങ്കൾ എത്ര ഇഷ്ടപ്പെടാത്ത ചോദ്യമോ ഞാൻ ചോദിക്കട്ടെ, താങ്കൾ കേൾക്കൂ സാർ. ഇല്ല തൗഫീഖ്, എനിക്ക് താങ്കളിലേക്ക് വരാൻ സാധിക്കില്ല ഇപ്പോ. ഞാൻ വരാം. ഡോക്ടർ ജയപ്രകാശ്, ഞാനിപ്പോൾ തൗഫീഖിനോട് ചോദ്യം ചോദിക്കാൻ ഈ നിമിഷം തയ്യാറാകാത്തത് ഒന്ന് അദ്ദേഹം ശാന്തനാവട്ടെ. മനഃശാസ്ത്ര വിദഗ്ധനായ അങ്ങേക്ക് മനസ്സിലാവും
ഈ നിമിഷം ഞാൻ ഒരു കൂൾ ടൈമായി കൊടുത്തിരിക്കുകയാണ് അദ്ദേഹത്തിന്. ഒന്ന് ശാന്തനാകട്ടെ, ഒന്ന് കേൾക്കട്ടെ. അദ്ദേഹം KSUവിന് ആത്മാർത്ഥതയുണ്ടെങ്കിൽ അടുത്ത റൗണ്ടിലേക്ക് വരുമ്പോഴെങ്കിലും അദ്ദേഹം എന്താണ് ഈ പ്രശ്നമെന്നുള്ളത് മനസ്സിലാക്കി പ്രതികരിക്കട്ടെ. ഞാൻ അവതാരകൻ എന്നുള്ള നിലയ്ക്ക് പല ചോദ്യങ്ങൾ അദ്ദേഹത്തിന് ഇഷ്ടപ്പെടാത്തതൊക്കെ ചോദിക്കുന്നുണ്ടാവും, പക്ഷേ അദ്ദേഹം മറുപടി പറയണ്ടേ കേരളത്തോട്? എന്നാൽ നോക്കൂ, ഏറ്റവും ആദ്യത്തെ ചോദ്യം ഞാൻ ഇങ്ങനെ തന്നെയാണ് ഡോക്ടർ ജയപ്രകാശ് താങ്കളിലേക്ക് പറയുന്നത്. ഇത്തരം ഒരു വിഷയം, വലിയ രീതിയിൽ കേരളം ചർച്ച ചെയ്യുന്ന ഒരു വിഷയം, കേരളത്തിൽ ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കൾ ഒരു സംഘടനയുടെ ചുമലിൽ ചാരി രാഷ്ട്രീയമാണ് എന്ന് പറഞ്ഞ് ലഹരിയെ രാഷ്ട്രീയമാക്കി മാറ്റുന്ന കാഴ്ചയാണ് ഈ പകൽ മുഴുവൻ കണ്ടത്. താങ്കളത് വാർത്തകൾ കണ്ടു കാണുമല്ലോ. അത്തരത്തിലാണോ ഈ വിഷയത്തെ കൈകാര്യം ചെയ്യേണ്ടത്? ഡോക്ടർ ജയപ്രകാശ്, ആ ഉത്തരത്തിൽ നിന്ന് ഞാൻ ഷിജുവിലേക്ക് പോയിട്ട് ഞാൻ രണ്ടാം റൗണ്ടിൽ താങ്കളുടെ ചികിത്സാ പദ്ധതിയുമായി ബന്ധപ്പെട്ട കാര്യത്തിലേക്ക് വരാം. ഇവിടെ നമ്മൾ കാണേണ്ടുന്നത്, നമുക്ക് രണ്ട് ദശകങ്ങളായിട്ട് ഒരു ക്ലിനിഷ്യൻ എന്നുള്ള രീതിയിൽ ഇത്തരം കുട്ടികളെ കാണുന്നതിൻ്റെയും കൂടെ അനുഭവത്തിൽ പറയുമ്പം ഏകദേശം 2 ദശകങ്ങളായിട്ട്, 2ലേറെ ദശകങ്ങളായിട്ട് കുട്ടികളിലും കൗമാരക്കാരിലും അതുപോലെ തന്നെ പുതുതലമുറയിൽ യുവാക്കളിലുമൊക്കെ തന്നെ കുറ്റവാസനയുടെയും അതുപോലെ ലഹരിയുടെയും ഉപയോഗം വലിയ തോതിൽ വർദ്ധിച്ചു വരുന്നതായിട്ടാണ് നമ്മൾ ക്ലിനിക്കൽ അനുഭവങ്ങൾ കാണുന്നത്. അതുപോലെ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നവരുടെ എണ്ണത്തിലും വർധനവ് വന്നിട്ടുണ്ട്. കുറ്റകൃത്യങ്ങളിൽ ലഹരി ഉപയോഗിച്ചുകൊണ്ട് കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നവരുടെ എണ്ണത്തിലും വലിയ തോതിൽ വർധനവ് വന്നിട്ടുണ്ട്. നമ്മളിതിൻ്റെ ഒരു ആഗോള പശ്ചാത്തലത്തിൽ നോക്കുമ്പോഴത്തേക്ക്, ആഗോള തലത്തിൽ പ്രത്യേകിച്ച് അമേരിക്കയുടെയൊക്കെ ക്രൈമിൻ്റെ ഒരു പ്രൊഫൈൽ നോക്കുമ്പം അതിൽ ഏറ്റവും കൂടുതൽ ക്രൈമിൽ ഏർപ്പെടുന്നത് അഡോളസൻ്റ് പോപ്പുലേഷനാണ്, കൗമാരക്കാരാണ്. അമേരിക്കയിൽ അവരുടെ പ്രൊഫൈൽ നോക്കുമ്പോഴത്തേക്ക് ഏറ്റവും കൂടുതൽ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നവർ അഡോളസൻ്റ് പോപ്പുലേഷനാണ്. ഇവിടെ പക്ഷേ നമുക്ക് അങ്ങനെയല്ല. ഇവിടെ ഒരു ട്രെൻഡ് ഇങ്ങനെ സെറ്റ് ചെയ്ത് വരുന്നുണ്ട്. കൗമാരക്കാരിലുള്ള കുറ്റവാസനയുടെ സ്വഭാവ രീതിയാണെങ്കിലും അതുപോലെ ലഹരിയുടെ ഉപയോഗമാണെന്നുണ്ടെങ്കിലും വർദ്ധിച്ചു വരുന്ന ഒരു ട്രെൻഡ് വരുന്നുണ്ട്. അപ്പോൾ ഇതിനൊരു വലിയൊരു പശ്ചാത്തലമുണ്ട്. അതിൻ്റെ ഒരു മൊത്തത്തിൽ ആ പശ്ചാത്തലത്തിലേക്ക് നമുക്ക് ഇപ്പോൾ സമയമുണ്ടോയെന്ന് എനിക്കറിയാൻ വയ്യ. ഏതായാലും ഒരു മൾട്ടി ഫാക്ടോറിയലായിട്ടുള്ള കാരണങ്ങളുണ്ട്. അതിന് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ശാസ്ത്രീയമായിട്ടാണ് നമ്മളിതിനെ കാണേണ്ടുന്നത്. അതിൽ ബയോളജിക്കലായിട്ടുള്ള റീസൺസ് ഉണ്ട്, സൈക്കോളജിക്കലായിട്ടുള്ള റീസൺസ് ഉണ്ട്, സോഷ്യലായിട്ടുള്ള റീസൺസ് ഉണ്ട്. മൾട്ടി ഫാക്ടോറിയൽ എന്ന് നമ്മൾ പറയും, ബയോ സൈക്കോ സോഷ്യൽ റീസൺസ് ഉണ്ട്. അത് നമ്മൾ ചർച്ച ചെയ്യുകയും അതുപോലെ തന്നെ ഇപ്പം ഇവിടെ കേരളത്തിൽ പ്രത്യേകിച്ചൊരു സാഹചര്യം ഇപ്പം വന്നിട്ടുള്ളത്, സർക്കാരും അതുപോലെ തന്നെ എല്ലാ മാധ്യമങ്ങളും പ്രത്യേകിച്ച് എല്ലാ പൊതുസമൂഹവും എല്ലാം ഈ ഒരു ട്രെൻഡിനെതിരെ, ഈ പ്രവണതയ്ക്കെതിരെ എങ്ങനെയാണ് നമുക്ക് ഒരുമിച്ച് നിന്നുകൊണ്ട് ഇത്തരം വെല്ലുവിളിയെ നേരിടാൻ കഴിയുന്നതെന്നുള്ള രീതിയിലുള്ള ചർച്ചകൾ നടക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അതായത് ഡോക്ടർ, ഞാൻ സ്ട്രെയിറ്റ് ആയിട്ട് ഞാൻ താങ്കളോട് ചോദിക്കുകയാണ്, അപ്പോൾ നമ്മുടെ പ്രതിപക്ഷ നേതാവ് പറയുന്നത് പോലെ SFI പോലൊരു സംഘടനയാണ് ഈ ഡ്രഗിൻ്റെ ഇവിടുത്തെ ഈ ലഹരിയുടെ മാഫിയയ്ക്ക് പിന്നിൽ, അത് ഇതിങ്ങനെ വളർത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ അത് ശാസ്ത്രീയമാണോ? അല്ല, അത് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ സംഘടന അല്ലെ വിദ്യാർത്ഥി സംഘടനകളുടെ ചുമരിൽ വെച്ച് കെട്ടിക്കൊണ്ട് നമുക്ക് ഇതിൻ്റെ വിഷയങ്ങൾക്കെല്ലാം പരിഹാരം കാണാനോ കാരണങ്ങൾ കണ്ടെത്തുന്നതിനോ നമുക്ക് സാധിക്കില്ല. അതിനകത്ത് രാഷ്ട്രീയം കലർത്തരുതെന്നുള്ളതാണ് നമ്മളെപ്പോലുള്ളവരുടെ ഒരു അഭിപ്രായം. അത് മൊത്തത്തിൽ രാഷ്ട്രീയ പക്ഷഭേദമന്യേ പ്രത്യേകിച്ച് നമ്മൾ കാണേണ്ടുന്നത് കേരളത്തിലെ ക്യാമ്പസുകൾ വലിയ തോതിൽ രാഷ്ട്രീയവൽക്കരിക്കപ്പെട്ട ക്യാമ്പസുകളാണ്. അപ്പോൾ അവിടെ രാഷ്ട്രീയ വിദ്യാർത്ഥി സംഘടനകൾ വളരെ ഒരുമയോടുകൂടി നിന്നാൽ തീർച്ചയായിട്ടും നമുക്ക് ഈ ഒരു വെല്ലുവിളിയെ നമുക്ക് കുറ്റവാസനയുടെ സ്വഭാവത്തിൻ്റെ ആ കാര്യത്തിലാണെന്നുണ്ടെങ്കിലും മയക്കുമരുന്ന് മദ്യത്തിൻ്റെ ഉപയോഗത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും ഒക്കെ നമുക്ക് ഒരുമയോടുകൂടി നിന്ന് കഴിഞ്ഞാൽ അങ്ങനെ ഒരുമിച്ച് നിന്നുകൊണ്ട് നേരിടേണ്ട ഒരു പൊതു വെല്ലുവിളിയാണ്. അതിൽ രാഷ്ട്രീയം കലർത്തുന്നത് യഥാർത്ഥത്തിൽ നമുക്ക് പരിഹാരത്തിനും കാരണങ്ങളും തേടുന്നതിനുള്ള ചർച്ചകളെ ഭവിപ്പിക്കത്തതേ ഉള്ളൂ. അതുകൊണ്ട് നമ്മൾ രാഷ്ട്രീയ ഭേദമന്യേ ഒരു സമൂഹമായിട്ട് നിന്നും കൊണ്ട് ഒരുമിച്ച് ചർച്ച ചെയ്ത് ക്യാമ്പസുകളിൽ, പ്രത്യേകിച്ച് ക്യാമ്പസുകൾ ഒരു വലിയ കേന്ദ്രങ്ങളാണ്. അപ്പോൾ ക്യാമ്പസുകളിൽ നമുക്ക് നല്ല രീതിയിലുള്ള ഒരു ഇടപെടൽ, മൾട്ടി ഡയമെൻഷനലായിട്ടുള്ള ബഹുമുഖമായിട്ടുള്ള ഒരു ഇടപെടൽ, അതിൻ്റെ ഒരു പ്രധാന സ്റ്റേക്ക് ഹോൾഡേഴ്സായിട്ട് വിദ്യാർത്ഥി സംഘടനകൾ വരേണ്ടതുണ്ട്. അങ്ങനെ വന്ന് ആ രീതിയിലുള്ള ഒരു പ്രവർത്തനം ക്യാമ്പസുകളിൽ നടക്കേണ്ട സാഹചര്യമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. അതിന് ഇത്തരത്തിലുള്ള രാഷ്ട്രീയ ചർച്ചകൾ നടത്തി നമ്മളുടെ ലക്ഷ്യത്തിൽ നിന്ന് നമ്മളെ വ്യതിചലിച്ച് പോകരുതെന്നാണ് നമ്മളെപ്പോലുള്ളവർക്ക്. അതായത് സംഘടനയെ പിരിച്ചുവിടുക എന്നുള്ളതല്ല, സംഘടനകളാണ് മുന്നിൽ നിൽക്കേണ്ടത് ഇത്തരം കാര്യങ്ങളിൽ എന്നാണ് ഡോക്ടർ ജയപ്രകാശ്. ഞാൻ വരാം ഡോക്ടർ ജയപ്രകാശ്. ആദ്യഘട്ടത്തിൽ ഈ ചർച്ച ഇങ്ങനെയാണ് പോകുന്നത്. ഞാൻ വരാം. ഡോക്ടർ ഷിജു ഖാൻ, നോക്കൂ, നേരത്തെ തൗഫീഖ് രാജൻ ഈ പറയുന്ന വിഷയത്തിൽ അപ്പുറത്ത്
ആരോപിക്കപ്പെടുന്ന അനേകം പേരുകളിൽ ഞാൻ ഒരു കാര്യം അതിനു മുമ്പ് തന്നെ പ്രേക്ഷകരുടെയും താങ്കളുടെയും മുമ്പാകെ വെക്കുന്നു. ഇന്ന് വന്ന മാധ്യമങ്ങളുടെ റിപ്പോർട്ടിങ്ങിനെയൊക്കെ താങ്കൾ നേരത്തെ വിമർശിച്ചു. മാധ്യമങ്ങൾ എങ്ങനെയാണ് അതിനെ കൈകാര്യം ചെയ്തത് എന്ന് നമ്മുടെ സോഷ്യൽ മീഡിയയിലുണ്ട്. എന്താണ് അതിൻ്റെ വാർത്തകൾ? ഇങ്ങനെയാണ് പോയത്. ഇന്നലെ കളമശ്ശേരി പോളിടെക്നിക് കോളേജിൽ ഒരു SFIക്കാരൻ്റെ മുറിയിൽ നിന്നും 10 ഗ്രാമിൽ താഴെ കഞ്ചാവ് പിടികൂടി. അതാണ് ഒരു വാർത്ത. മറ്റൊരു വാർത്ത, വേറൊരു വിദ്യാർത്ഥിയുടെ മുറിയിൽ നിന്നും 10 ഗ്രാമിൽ താഴെ കഞ്ചാവ്, വേറൊരു വിദ്യാർത്ഥിയുടെ മുറിയിൽ നിന്നും. നേരത്തെ ആദ്യം പറഞ്ഞത് SFIക്കാരൻ്റെ എന്നാണ്, ഇപ്പോൾ രണ്ടാമത് വന്നപ്പോൾ വേറൊരു വിദ്യാർത്ഥിയുടെ എന്നായി. അടുത്തത് മൂന്നാമത്തത്, വേറൊരു വിദ്യാർത്ഥിയുടെ മുറിയിൽ നിന്നും 1 കിലോ 900 ഗ്രാം കഞ്ചാവ് പിടികൂടി. ഏതാണ്ട് 2 കിലോഗ്രാം കഞ്ചാവ് പിടികൂടിയതിനെക്കുറിച്ച് വന്നിരിക്കുന്ന വാർത്ത ഒരു വിദ്യാർത്ഥിയുടെ മുറിയിൽ നിന്ന് എന്നാണ്, അല്ലാതെ അതൊരു സംഘടനയുടെ പേര് അവിടെ ഇല്ല. ഇന്ന് കഞ്ചാവ് സ്ഥിരമായി എത്തിച്ചു കൊടുത്തതിന് 2 പൂർവ്വ വിദ്യാർത്ഥികൾ അറസ്റ്റിൽ. ഇതാണ് വാർത്ത. 2 പൂർവ്വ വിദ്യാർത്ഥികൾ, അവിടെ ഈ സംഘടനയില്ല. അതിപ്പോൾ നേരത്തെ തൗഫീഖ് രാജൻ പറഞ്ഞത് ഡോക്ടർ ഷിജു ഖാൻ കേട്ടല്ലോ. ഈ ഷാലിഖ് എന്ന് പറയുന്ന 2022 സെം ഔട്ടായ ഒരു വിദ്യാർത്ഥി, അന്ന് KSUക്കാരനായിരുന്നു എന്നുള്ള ഒരു വിദ്യാർത്ഥിയാണ് ഈ പറഞ്ഞ പേരുകളിലൊക്കെ ഒരു KSU ബന്ധമുള്ളത്. ബാക്കിയൊന്നും അങ്ങനെ ഇല്ലെങ്കിൽ പിന്നെ ഇങ്ങനെയല്ലേ റിപ്പോർട്ട് ചെയ്യപ്പെടുക എന്നാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം. ഇവിടെ ഇന്നത്തെ പത്രങ്ങളെല്ലാം എൻ്റെ മുന്നിലും ഉണ്ട്. ഇതിൽ ഈ ലഹരി മാഫിയ, ലഹരി കച്ചവടം, ലഹരി കള്ളക്കടത്ത് തുടങ്ങിയിട്ടുള്ള സംഘങ്ങളുടെ രാഷ്ട്രീയ ബന്ധം നമ്മളൊന്ന് കണക്കുകൾ സഹിതം പരിശോധിച്ചാൽ, കഴിഞ്ഞ ഒരു 2 വർഷത്തെ കണക്ക് മാത്രം എടുത്ത് പരിശോധിച്ചാൽ അതിൽ 75% കേരളത്തിലെ വലതുപക്ഷ BJP കോൺഗ്രസ് ബന്ധമുള്ളവരാണെന്ന് സുവ്യക്തമാവും. ഇനി സ്വർണ്ണക്കടത്ത്, കള്ളക്കടത്ത് ഇടപാടുകൾ പരിശോധിച്ചാൽ അവരെ ഓരോരുത്തരെയും അടയാളപ്പെടുത്തി രാഷ്ട്രീയ ബന്ധം പരിശോധിച്ചാൽ അതിൽ 90% കോൺഗ്രസ് BJP ബന്ധമാണെന്ന് മറനീക്കി പുറത്തു വരും. പക്ഷേ ഇത്തരം സംഭവങ്ങളെ നമ്മൾ പരിശോധിക്കുമ്പോൾ അങ്ങനെ രാഷ്ട്രീയ ബന്ധം എന്ന് പറഞ്ഞുകൊണ്ട് ഇതിനെ ഒരു രാഷ്ട്രീയ വിഷയമാക്കി അല്ല പൊതുവിൽ ചർച്ച ചെയ്യുന്നത്. മീഡിയയും അങ്ങനെയല്ല ആ കാര്യത്തെ ചർച്ച ചെയ്യുന്നത്. എന്നാൽ ഇവിടെ സംഭവിക്കുന്നത് എന്താ? ഇപ്പോൾ ഒരു കുറ്റകൃത്യം നടന്നാൽ അയാളുടെ പ്രായം മീഡിയ കണക്കിലെടുക്കും. അതിനുശേഷം കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ ഇതെടുക്കും. അവരുടെ പ്രായം SFI പ്രായമാണോ, അയാൾ SFI ആണെന്ന് ആരോപിക്കും. ഇനി അയാളുടെ പ്രായം എടുക്കുമ്പോൾ DYFIയുടെ പ്രായത്തിൽ വിടുന്ന ആളാണോ, DYFI എന്ന പ്രായം എടുക്കും. ഒരല്പം കൂടി മുതിർന്നിട്ടുള്ള ആളാണോ, അയാളെ CITU എന്ന് മുദ്രകുത്തും. അങ്ങനെ ഏത് കുറ്റകൃത്യത്തിൻ്റെ ഭാഗമായി വരുന്നവരുടെയും പ്രായം കേരളത്തിലെ മീഡിയ ലിസ്റ്റ് ചെയ്യുകയാണ് ശ്രീലാൽ. അതിനുശേഷം തെറ്റായ വാർത്തകൾ, അവരുടെ എല്ലാം മുകളിൽ SFI, DYFI, CITU ബന്ധം ആരോപിക്കും, CPIM ബന്ധം ആരോപിക്കും. ഇതാണ് വലതുപക്ഷം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതാണ്. ഇപ്പോൾ കളമശ്ശേരി പോളിടെക്നിക്കിലെ സംഭവം ഉണ്ടല്ലോ, രാത്രി 8, നേരത്തെ ഞാൻ പറഞ്ഞല്ലോ 8 മണിയോടുകൂടി റെയ്ഡ് ആരംഭിക്കുന്നു. അതിനുശേഷം രാത്രി പിന്നെ റെയ്ഡ് ആരംഭിക്കുന്നു. രാവിലെ 8 മണിയോടുകൂടി ന്യൂസ് ചാനലുകൾ ഈ വിവരം പുറത്തുവിടുന്നു. ആദ്യ വാർത്തകളിൽ തന്നെ റെയ്ഡിൽ SFI നേതാവിനെ അറസ്റ്റ് ചെയ്തുവെന്ന് ബ്രേക്ക് ചെയ്യുന്നു. ആ ഓടി രക്ഷപ്പെട്ടവൻ്റെയോ 2 കിലോ കഞ്ചാവ് പിടിക്കപ്പെട്ടവൻ്റെയോ പിടിച്ച ആളുടെ ആ KSU രാഷ്ട്രീയം എത്ര ഭദ്രമായി നമ്മുടെ മീഡിയയും നമ്മുടെ ചാനൽ മുറികളിലെ പിന്നെ വാർത്താ ജഡ്ജിമാരും മറച്ചു വയ്ക്കുന്നു. ഇനി ഈ വാർത്തകൾ വന്നതിന് ശേഷം അടുത്ത മണിക്കൂറിനുള്ളിൽ ശ്രീ സതീശൻ, ശ്രീ സുധാകരൻ, VT ബൽറാം, അബിൻ വർക്കി, രാഹുൽ മാങ്കൂട്ടം ഉള്ളവരുടെ പ്രസ്താവന, ഫേസ്ബുക്ക് സ്റ്റേറ്റ്മെൻറ്റുകൾ, ഇതെല്ലാം SFIയെ എത്രയും പെട്ടെന്ന് തൂക്കിക്കൊല്ലണം, അതിനെ പിരിച്ചുവിടണം, ഇതായിരുന്നു ഇതുപോലുള്ള ആളുകളുടെ പ്രസ്താവനകൾ. ഉച്ച കഴിയുമ്പോൾ കാര്യങ്ങൾക്ക് വ്യക്തത വരികയാണ്. ക്യാമ്പസിലെ പ്രധാന കഞ്ചാവ് കച്ചവടക്കാരൻ KSU നേതാവാണെന്നും അയാളെ അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്തുവെന്നുമുള്ള വാർത്തകൾ ഉച്ചയ്ക്ക് ശേഷം നമ്മുടെ സോഷ്യൽ മീഡിയയിലൂടെ വരികയാണ്. അപ്പോൾ വൈകുന്നേരം KSU നേതാവിൻ്റെ പ്രസ്താവന, സ്റ്റേറ്റ് പ്രസിഡന്റിൻ്റെ പ്രസ്താവന, ഈ വിഷയത്തിൽ രാഷ്ട്രീയം കലർത്തരുത് എന്ന പ്രസ്താവന വരികയാണ്. അപ്പോൾ അതിനുശേഷം നമ്മുടെ ചാനൽ അവതാരകന്മാരുടെ സമീപനം എന്താ പരിശോധിക്കണം.
പ്രത്യേകിച്ചും ഒരു നിയമസഭാ ഇലക്ഷന് 1 വർഷവും 2 മാസവും മാത്രം അവശേഷിച്ചിരിക്കെ നമ്മുടെ ചാനൽ ജഡ്ജിമാർ അവരുടെ ഹോംവർക്ക് തുടങ്ങി. അപ്പോൾ ഈ വിഷയങ്ങൾ പുറത്തു വന്ന് രാത്രിയാകുമ്പോൾ എല്ലാവരും കുറ്റക്കാരാണ് എന്ന സമീപനത്തിലേക്ക് ചാനലുകൾ എത്തുകയാണ്. രാവിലെ മുതൽ SFIയുടെ മുകളിൽ ഈ ആക്ഷേപങ്ങൾ മുഴുവൻ നിരത്തി സ്വന്തമായ വാർത്തകൾ കെട്ടിച്ചമച്ച മീഡിയ വൈകുന്നേരം DVT ആണ്, വൈകുന്നേരം മാറി. പിന്നെ ഉപദേശ നിർദ്ദേശങ്ങളുടെ ഭാവനയിലേക്ക് മാറുകയാണ്. ഓൺലൈൻ ചാനൽ നിങ്ങൾ എടുക്കണം, 20 മുതൽ 30 വരെ വാർത്തകൾ എല്ലാ ഓൺലൈൻ ചാനലുകളും കൊടുത്തു. അവിടെ മുഴുവൻ SFIക്കെതിരായിട്ട് ഈ വാർത്തകൾ ഉണ്ടാക്കി. എവിടെ KSUവിനെ കുറിച്ച് പറയുമ്പോൾ വിദ്യാർത്ഥികൾ, പൂർവ്വ വിദ്യാർത്ഥികൾ, റൂമിൽ ഉണ്ടായിരുന്നവർ, റൂമിൽ താമസിച്ചിരുന്നവർ, അങ്ങനെ ആർക്കും മനസ്സിലാകാത്ത വിധം വാർത്തകൾ ചമക്കിയാണ്. SFI ആണെങ്കിൽ SFIയുമായിട്ട് എന്തെങ്കിലും ഒരു ബന്ധം ഉണ്ടായിരുന്നുവെങ്കിൽ SFIയുടെ മുകളിൽ ഈ ചാപ്പ കുത്തി കേരളത്തിലെ ജനങ്ങളെ വിഡ്ഢികളാക്കുകയാണ്. ഞാൻ പറയുന്നത് SFIയെയോ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളെയോ ഇവർ വേട്ടയാടട്ടെ, ഇവർക്ക് അവരുടെ രീതിയാണ്. പക്ഷേ ജനങ്ങളെ, പബ്ലിക്കിനെ ഇവർ വിഡ്ഢികളാക്കുക. 2 കൊല്ലം മുമ്പ് മാത്രം KSU ആയിരുന്ന ഒരാൾ മാത്രമാണ് ഇതിനകത്തുള്ളത് എന്നാണ് ഇപ്പോൾ KSU കോൺഗ്രസ് നേതാവ് പറഞ്ഞത്. ഞാൻ പറയാം, തൗഫീഖ് രാജന് പിന്നെ ഞങ്ങൾ തമ്മിൽ പരിചയമില്ല. പക്ഷേ കേരളത്തിലെ KSUവിൻ്റെ നേതാക്കന്മാരെ, അതിൻ്റെ മുൻകാല നേതാക്കന്മാരെ വ്യക്തിപരമായി പരിചയമുള്ള ആളാണ് ഞാൻ. കേരളത്തിലെ പിന്നെ ക്യാമ്പസുകളിലെ വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തകർ മുഴുവൻ ലഹരി മാഫിയയുമായി ബന്ധമുള്ള ആളാണെന്ന് എത്ര രാഷ്ട്രീയ നിലപാടിൽ രാഷ്ട്രീയ വിരോധമുണ്ടെങ്കിലും ഞാൻ ആക്ഷേപിക്കില്ല. KSU മുഴുവൻ ഈ കഞ്ചാവിന്റെ കേന്ദ്രമാണെന്ന് SFIയെ നിങ്ങൾ എത്ര മുദ്ര കുത്തിയാലും ഞാൻ എൻ്റെ സമീപനം, എൻ്റെ പ്രതികരണം അന്തസ്സുള്ള പ്രതികരണം. പക്ഷേ ഞാൻ ഓർമ്മിപ്പിക്കട്ടെ തൗഫീഖ്, നിങ്ങൾ ഇവിടെ പറഞ്ഞ ആകാശ്, ആകാശിനെ പിടിച്ചു, 2 കിലോ കഞ്ചാവ് അദ്ദേഹത്തെ റിമാൻഡ് ചെയ്തു. ഞാൻ ചോദിക്കുന്നത്, അദ്ദേഹം വളരെ പ്രധാനപ്പെട്ട KSU നേതാക്കന്മാരുമായി മെമ്പർഷിപ്പ് ക്യാമ്പയിനിൽ അടക്കം ബന്ധപ്പെടുന്നതിൻ്റെ ചിത്രങ്ങൾ പുറത്തു വരുന്നു. ഇന്നലെ തൗഫീഖ് രാജനല്ലല്ലോ പറയേണ്ടത്, ആ ക്യാമ്പസിലെ KSU നേതാക്കന്മാർ പറഞ്ഞല്ലോ, അവരുടെ ബന്ധം പറഞ്ഞല്ലോ. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ആർട്സ് ക്ലബ്ബ് സെക്രട്ടറിയായി മത്സരിച്ചിരുന്നു ആദിൽ എന്ന് പറഞ്ഞല്ലോ. ആകാശ് KSUവിൻ്റെ നേതാവാണെന്ന് പകൽ പോലെ വ്യക്തമാണല്ലോ. പിന്നെ ഇവിടെ മറ്റൊരു ഷാലിക്കിനെ കുറിച്ച് പറഞ്ഞു തൗഫീഖ് രാജൻ. എന്നിട്ട് എന്താ പറഞ്ഞത്? 2024 ശേഷം ഷാലിക്ക് ഏതെങ്കിലും ഒരു പരിപാടിയിൽ പങ്കെടുത്തതിൻ്റെ ദൃശ്യമുണ്ടോ എന്നാണ്. എല്ലാ ദൃശ്യങ്ങളും ഇവർ ഡിലീറ്റ് ചെയ്തിട്ടുണ്ടാവും. പിന്നെ ലാലെ 2024 കഴിഞ്ഞ് 2025 മാർച്ച് മാസം 16-ാം തീയതി എന്ന് പറഞ്ഞാൽ 2024 ഡിസംബർ കഴിഞ്ഞ് 3 മാസമായിട്ടില്ല. അപ്പോ അതിനു മുമ്പുള്ള ചിത്രങ്ങളെല്ലാം അതിനുശേഷം ഡിലീറ്റ് ചെയ്തു. അതിനുശേഷമുള്ളത്, അപ്പോൾ ഇത് കേൾക്കുന്നവർ വിചാരിക്കും 10 വർഷം കഴിഞ്ഞു. 2024 ഡിസംബർ 31 കഴിഞ്ഞ് ഇന്ന് മാർച്ച് മാസം 16 ആയിട്ടുള്ളൂ. എന്ത് ബന്ധമാണെന്ന് ചോദിക്കുക. ഞാൻ പറയാം തൗഫീഖ്, ഇതിനെ നിങ്ങൾ തള്ളിക്കള. ഞാൻ പറയുന്നത് ഇതിനെ തള്ളിക്കളയ്യ. നിങ്ങളുടെ നേതാക്കന്മാർ പറഞ്ഞ പ്രസ്താവന, ശ്രീ VD സതീശൻ മാപ്പ് പറയണം കേരളത്തോട്. ശ്രീ രമേശ് ചെന്നിത്തല, ഞാൻ ബഹുമാനിക്കുന്ന രാഷ്ട്രീയ നേതാവാണ്, പക്ഷേ ശ്രീ രമേശ് ചെന്നിത്തല VD സതീശന്റെയും സുധാകരന്റെയും നിലവാരത്തിലേക്ക് പോയി SFIയെ പിരിച്ചുവിടണം. ശ്രീലാൽ, ഒരു കാര്യം കൂടി ഞാൻ പറയാം. KSUവിന്റെ തൃശ്ശൂർ ജില്ലാ പ്രസിഡന്റ് ഗോകുൽ ഗുരുവായൂർ, ഇവർ മനസ്സിലാക്കണം, സോഷ്യൽ മീഡിയ പോസ്റ്റ് ഇട്ടിരിക്കുക. ആരാ? സമാധാനത്തിൻ്റെ വെള്ളരിപ്രാവുകളെയും കൊണ്ട് നടക്കുന്നു എന്ന് പറയുന്ന കോൺഗ്രസ് യൂത്ത് ഫെസ്റ്റിവലിൽ, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി യൂത്ത് ഫെസ്റ്റിവലിൽ ഗുരുതരമായ ആക്രമണം നടത്തി ജയിലിലടയ്ക്കപ്പെട്ട് തിരിച്ചിറങ്ങിയ KSUവിൻ്റെ നേതാവ് പിന്നെ ഗോകുൽ ഗുരുവായൂരും എറണാകുളത്തെ കുപ്രസിദ്ധ ഗുണ്ടയുമായി തോളോട് തോൾ ചേർന്നെന്ന് തോളിൽ കൈവച്ച് നിൽക്കുന്ന ചിത്രം ഇവർ പ്രദർശിപ്പിക്കുകയാണ്. അപ്പോൾ ഇവരെ സംഭവിച്ചത് അറിയാത്തതോ തൗഫീഖ് രാജൻ ഒരു മിനിറ്റ് കേൾക്കാൻ തയ്യാറുണ്ടോ താങ്കൾ?
തൗഫീഖ് രാജൻ, ഒരു മിനിറ്റ് താങ്കൾ ഞാൻ ചോദിക്കുന്നത് കേൾക്കാൻ തയ്യാറുണ്ടോ? ഡോക്ടർ ലാൽ, ഞാൻ അങ്ങ് പറയുന്നത് കേൾക്കാം, അങ്ങ് ഞാൻ അത് പറയുന്നത് മാത്രം കേട്ടാൽ മതി. താങ്കൾ ഷിജു ഖാൻ പറയുന്നതും കേട്ടോളൂ, എന്നിട്ട് മറുപടി പറയേണ്ടത് താങ്കളുടെ ടേൺ വരുമ്പോഴാണ്. എൻ്റെ ചോദ്യം ചോദിക്കൽ ഒരുപക്ഷെ താങ്കൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടാവില്ല. ഞാൻ ചിലപ്പോൾ നിങ്ങളുടെ പ്രസ്ഥാനത്തിന് എതിരായിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ടാകാം, പക്ഷെ താങ്കൾക്ക് അതിനകത്ത് മറുപടി പറയാനുള്ള അവസരം ഞാൻ തരും. അപ്പോൾ താങ്കളത് പറയൂ. ഞാൻ എന്താണ് ചോദിക്കുന്നത് താങ്കൾ കേൾക്കൂ. ഞാൻ വളരെ താങ്കൾക്ക് മനസ്സിലാകുന്ന ഒരു ഭാഷയിലാണ് ഇത് ആളുകൾക്ക് എല്ലാവർക്കും പ്രയോജനപ്പെടുന്ന രീതിയിലാകണം എന്ന് വിചാരിച്ചാണ് പറയുന്നത്. താങ്കൾ KSUവിൻ്റെ വളർന്നു വരുന്ന ഒരു പ്രധാനപ്പെട്ട നേതാവാണ് എന്നുള്ളത് കൊണ്ട് താങ്കൾക്ക് ഞാനൊരു അവസരം ഇത് തരുന്നു, കേൾക്കൂ. ഇപ്പോൾ ഇവിടെ നമ്മൾ കേട്ടത് എന്താണ്? SFIയുമായി ബന്ധപ്പെട്ടാണ് മാധ്യമങ്ങൾ വാർത്ത കൊടുത്തുകൊണ്ടിരുന്നത്. KSUവിൻ്റെ പേര് മാധ്യമങ്ങളൊന്നും പറഞ്ഞിരുന്നില്ല. നിങ്ങൾക്കറിയാം, ഈ പറയുന്ന 3-4 വിദ്യാർത്ഥികൾ മാധ്യമങ്ങളോട് തങ്ങൾ KSU ആണെന്ന് അവർ തന്നെ തുറന്നു പറഞ്ഞിട്ടുണ്ട്. ഷാലിക്ക് KSU ആണെന്ന് താങ്കളും പറഞ്ഞു കഴിഞ്ഞ മാസം വരെ. അപ്പോൾ അങ്ങനെയുള്ള ആ KSUക്കാരൻ ഇവരൊക്കെ ഇതിനകത്ത് പെടുമ്പോൾ KSU ഇതിനകത്തില്ല, SFIയെ പിരിച്ചുവിടണമെന്ന് പറഞ്ഞാൽ നാട്ടുകാർക്ക് ഒരല്പം കോമൺ സെൻസില്ലേ? അവർ മനസ്സിലാക്കില്ലേ കാര്യങ്ങൾ? KSU ഒരു തരത്തിലും മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട ഈ കളമശ്ശേരി സംഭവത്തിൽ ഒരു ബന്ധവുമില്ലാത്ത, KSUവുമായി ബന്ധപ്പെട്ട ആരും അതിനകത്തില്ല എന്ന് നിങ്ങൾ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുകയാണോ? ഡോക്ടർ ലാൽ, അങ്ങ് ഇടപെടരുത്. ഞാൻ പറഞ്ഞത് പൂർത്തിയാക്കിയ ശേഷം അങ്ങേക്ക് ഇടപെടാം. ഞാൻ അതിന് അല്ല, അങ്ങനെയല്ല, ഞാൻ ഇടപെടും. താങ്കൾ അത് മനസ്സിലാക്കണം. ഇടയ്ക്ക് ബഹളം ഉണ്ടാക്കരുത്. കേൾക്കൂ, ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇടപെടും. താങ്കൾ പറഞ്ഞോളൂ. അങ്ങ് ചോദിച്ചാൽ എനിക്കും അതിന് മറുപടി ചോദ്യം ചോദിച്ചിട്ട് അങ്ങ് ആദ്യം ചോദിച്ചു. എനിക്ക് സംസാരിക്കാൻ തന്നത് 20 സെക്കൻഡാണ്. അങ്ങ് എനിക്ക് സംസാരിക്കാൻ തന്നത് 20 സെക്കൻഡാണ്. ഇപ്പൊ വീണ്ടും ചോദ്യം ചോദിക്കുന്നു. ഇപ്പൊ വീണ്ടും ചോദ്യം ചോദിച്ചിട്ട് എനിക്ക് ഇത്ര ചോദ്യങ്ങൾക്കുള്ള മറുപടി പറയാനുള്ള സമയം വേണം. അത് മാത്രമേ ഞാൻ ആവശ്യപ്പെട്ടുള്ളൂ. ഇവിടെ ഡോക്ടർ ലാൽ, ഇവിടെ ഞാൻ പറഞ്ഞു ഷാലിക്കിന് KSU പശ്ചാത്തലം ഉണ്ടായിരുന്നു. KSUവിന്റെ യൂണിറ്റ് ഭാരവാഹിയായിരുന്നു. സെം ഔട്ടായ ശേഷം KSUവുമായോ സംഘടനയുമായിട്ടോ യാതൊരു തരത്തിലുമുള്ള ബന്ധവുമില്ല. ഇവിടെ നിങ്ങൾ ആദിലിന്റെ പേര് പറയുന്നു. എങ്ങനെയാണ് നിങ്ങൾ ഉറപ്പുവരുത്തിയത്? നിങ്ങൾ എങ്ങനെയാണ് ഷാലിക്ക് ഈ സെം ഔട്ടായ ശേഷം KSUവുമായി ബന്ധമില്ല എന്ന് ഉറപ്പുവരുത്തിയത്? എങ്ങനെയാണ് ആദിൽ പറഞ്ഞു വെക്കുന്നു? സ്വാഭാവികമായിട്ടും തൗഫീഖ്, ഞാൻ ചോദിച്ച ഈ ചോദ്യത്തിന് ഉത്തരം പറയൂ. ഡോക്ടർ ലാൽ, ഇവിടെയാണ് പ്രശ്നം. ഇതല്ല പ്രശ്നം, ഇതാണ് നമ്മൾ ചോദിക്കേണ്ട കാര്യം. അങ്ങൊന്ന് തിരക്ക്. ഇപ്പൊ ഷാലിക്ക് അവിടെ പഠിക്കുന്നുണ്ടോ? ഇല്ല, ഷാലിക്ക് അവിടെ പഠിക്കുന്നില്ലെങ്കിൽ KSUവുമായി ബന്ധമില്ല എന്ന് നിങ്ങൾ എങ്ങനെ ഉറപ്പിക്കുന്നു? അപ്പൊ ഇല്ല, അതാണ് ഉത്തരം. ഇല്ല. അപ്പൊ KSUവുമായി അതിനോടൊപ്പം തന്നെ വളരെ കൃത്യമായി തന്നെ പറയുന്നു ഡോക്ടർ ലാൽ, ഞാൻ വളരെ കൃത്യമായി പറഞ്ഞു. അത് ഇന്ന് അറസ്റ്റ് ചെയ്ത ആളുകളായിക്കോട്ടെ, ഇന്നലെ അറസ്റ്റ് ചെയ്ത ആളുകളായിക്കോട്ടെ, ഈ കേസുമായി ബന്ധപ്പെട്ട് നാളെ അറസ്റ്റ് ചെയ്യുന്ന ആരെങ്കിലും ആയിക്കോട്ടെ, SFIയുടെ കൂട്ട് തീവ്രത അളക്കാനോ ജാഗ്രത കുറവുണ്ടായെന്ന് പറയാനോ കരമടച്ച രസീതുമായി ചെന്ന് പോലീസ് സ്റ്റേഷനിൽ നിന്ന് ജാമ്യത്തിലിറക്കാനോ ഒരു KSU നേതാവും ഉണ്ടാവില്ല. ഇത്തരത്തിൽ ലഹരി കേസിൽ പ്രതിയായ ലഹരി മാഫിയുമായി ബന്ധമുള്ള ആളുകളെ കൃത്യമായ ഭാഷയിൽ തന്നെ തള്ളിപ്പറയും. അവർ സംഘടനയ്ക്കകത്ത് അവർ KSUക്കാരാണെന്ന് അവരും തുറന്നു പറഞ്ഞിട്ടുണ്ട്. ഇവരൊന്നും ഇപ്പോൾ KSU അല്ല എന്ന് നിങ്ങൾ എന്തുകൊണ്ട് കൃത്യമായി വെളിപ്പെടുത്തുന്നില്ല? ഈ ആദിൽ കേസിൽ പ്രതിയാണോ ഡോക്ടർ ലാൽ? ആദിൽ KSUകാരനാണ്. ആദിൽ കേസിൽ പ്രതിയാണോ ഡോക്ടർ ലാൽ? ആദിൽ ഇതിലുള്ള ബന്ധം എന്താണ്? ആദിൽ എങ്ങനെയാണ് ഈ ചിത്രത്തിലേക്ക് വരുന്നത്? ആദിൽ കേസിൽ പ്രതിയല്ല. കേസിൽ പ്രതിയാണോ ഇല്ലെങ്കിലും കേസിൽ പ്രതിയായ ആളുകൾ കേസുകാരാണെന്ന് ആദിൽ പറഞ്ഞിട്ടുണ്ട്. ആകാശ് താമസിച്ചത് ആരുടെ മുറിയിലാണ്? ആ മുറിയുടെ ഉടമ ആരാണ്? ആ ഉടമകൾ ആരായിരുന്നെന്ന് അറിയുമ്പോഴാണ് വളരെ കൃത്യമായി ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള
വളരെ അന്വേഷണം കൃത്യമായി നടക്കുമല്ലോ. ഈ കേസുമായി ഇനി ബന്ധപ്പെട്ടുള്ള ആർക്കൊക്കെ ബന്ധം? എഫ്ഐആറിൽ പറയുന്നുണ്ട് കേസുവിന്റെ സംസ്ഥാന അഭിരാജ് എന്ന് നേതൃത്വത്തിൽ പറയുന്ന ആർക്ക് ബന്ധം? SFI ജില്ലാ യുടെ യൂണിയൻ നേതൃത്വത്തിൽ ജനറൽ ആർക്ക് ബന്ധം? സെക്രട്ടറി കുപ്രസിദ്ധ ഉപയോഗത്തിനും ഗുണ്ടകളുമായി ആർക്ക് ബന്ധം? വിൽപ്പനയ്ക്കുമായിട്ടാണ് ഇതൊക്കെ ഈ പുറത്തു വരണം. കഞ്ചാവ് അന്വേഷണം സൂക്ഷിച്ചിട്ടുള്ളത് എന്ന് അവസാനിച്ചിട്ടില്ലല്ലോ. വളരെ അന്വേഷണം കൃത്യമായി തന്നെ ഈ അവസാനിച്ചിട്ടില്ല. എഫ്ഐആറിൽ പറയുന്നുണ്ട്. ആരൊക്കെ അത് അറസ്റ്റ് 10 ഗ്രാം ആവട്ടെ, ആരൊക്കെ 9 ഇതിന്റെ ഗ്രാം ആവട്ടെ, പ്രതികളാകും? അത് ഇനിയും ഉണ്ടല്ലോ. വിൽപ്പനയ്ക്ക് അന്വേഷണം വെച്ചോട്ടെ, ഉണ്ടല്ലോ. അത് ഉപയോഗിക്കാൻ ചെറിയ വെച്ചോട്ടെ, കാര്യമാണോ? എന്തുമായിക്കോട്ടെ. കച്ചവടമല്ലേ ഇതാരാണ് പറയുന്നത്? നടത്തിക്കൊണ്ടിരുന്നത് അവിടെ? അത് കഞ്ചാവ് ഞാൻ പറയട്ടെ, കച്ചവടമല്ലേ അവിടെ ഇതാരാണ് നടത്തിക്കൊണ്ടിരുന്നത്? പറയുന്നത്? പിണറായി വിജയന്റെ കിലോക്കണക്കിന് പോലീസാണ് വളരെ കഞ്ചാവിന്റെ കൃത്യമായി പറയുന്നത്. കച്ചവടവും ഇവിടെ വിതരണവും അഭിരാജ് എന്ന് നടത്തുകയാണ്. പറയുന്ന ആൾ ഇത് അല്ല പിണറായി വിജയനെ പറഞ്ഞാൽ പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ അതേ പോലീസും അതേ എക്സൈസും ഒക്കെയാണ് കേരളത്തിൽ ആക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മനസ്സിലായിക്കോളും. ആക്ട് ചെയ്യുന്നത് ആരാ? കേരളത്തിലെ പോലീസും എക്സൈസ് സംവിധാനങ്ങളുമാണ്. ആരുടെയെങ്കിലും മുഖം നോക്കിയോ ഏതെങ്കിലും സ്ഥാപനം നോക്കിയോ അല്ല റെയ്ഡ്. ഇനിയും റെയ്ഡ് ചെയ്യും. ആ റെയ്ഡിന്റെ അടിസ്ഥാനത്തിൽ കഞ്ചാവ് കച്ചവടത്തിന് നേതൃത്വം കൊടുക്കുന്ന നിങ്ങളുടെ ആശിഷ്ടായാലും അതോടൊപ്പം തന്നെ നിങ്ങളുടെ നേതാക്കന്മാരായാലും നിങ്ങളുടെ പ്രവർത്തകരായാലും ഏത് വിദ്യാർത്ഥിയായാലും അറസ്റ്റ് ചെയ്യപ്പെടും. ഞാൻ ഒരു കാര്യം ഞാൻ ദയവിൽ കേൾക്കൂ. ഞാനൊന്ന് പറയുന്നത് കേൾക്കൂ തൗഫീഖ്. അല്ല തൗഫീഖ് തൗഫീഖ് പറഞ്ഞതിന് ശേഷം ഞാൻ പറയാം. തൗഫീഖ് പറഞ്ഞതിന് ശേഷം ഞാൻ പറയാം. കേൾക്കൂ. ഞാൻ വളരെ കൃത്യമായി പറയട്ടെ. ഇവിടെ 9 ഗ്രാം ആവട്ടെ, 10 ഗ്രാം ആവട്ടെ, എന്തെങ്കിലും ആവട്ടെ, അവിടെ 9 ഗ്രാം ആവട്ടെ ഈ അഭിരാജ് ഉപയോഗിച്ചത്, 10 ഗ്രാം ആകട്ടെ, എത്ര ഗ്രാം ആണെങ്കിലും അഭിരാജിന്റെ റൂമിൽ നിന്ന് കണ്ടെത്തിയത് വിൽപ്പനയ്ക്കും ഉപയോഗത്തിനുമാണ്. ഒരു എഫ്ഐആർ ശരിയെന്നും മറിച്ച് മറ്റൊരു എഫ്ഐആർ തെറ്റെന്നും പറയാൻ നിങ്ങൾ തയ്യാറാവണം. ശരിയാണെങ്കിൽ ഒരു കഞ്ചാവ് ജനറൽ സെക്രട്ടറി SFIയുടെ ഒരു നേതാവ് പിടിക്കപ്പെട്ടിട്ട് അവനെ എപ്പോഴാണ് തള്ളി പറഞ്ഞത്? ഡോക്ടർ ഷിജുഖാൻ എപ്പോഴാണ് തള്ളി പറഞ്ഞത്? ഇന്ന് ഉച്ചയ്ക്ക് SFIയുടെ സംസ്ഥാന സെക്രട്ടറി വാർത്താ സമ്മേളനം നടത്തിയാണ് ഇത്തരത്തിൽ അഭിരാജിനെ പുറത്താക്കി എന്ന് പറഞ്ഞത്. അത് എപ്പോഴായിരുന്നു? SFI കേരളത്തിന്റെ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞല്ലോ. ഷിജുഖാനും അതിന് മറുപടി പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ അങ്ങോട്ട് പറഞ്ഞു ഒറ്റ കാര്യം. തൗഫീഖ് ഒന്ന് കേൾക്കൂ. ഒറ്റ വാക്ക് കേൾക്കൂ. ഞാൻ പറഞ്ഞത് തൗഫീഖ് ഇന്ന് നിങ്ങൾ വല്ലാതെ ഡിഫൻസിലാണ്, നിങ്ങൾ വലിയ പ്രതിരോധത്തിലാണ്. എനിക്ക് പറയാൻ അനുവദിക്കണം. ഞാൻ താങ്കൾക്ക് തരാം, സമയം തരാം. കാര്യമില്ല. ദയവായി ഞാൻ പറയുന്നത് കേൾക്കൂ. കേരളത്തിലെ ലഹരി മാഫിയെ സംരക്ഷിക്കുന്ന ഷിജു പറഞ്ഞത് പൂർത്തിയാക്കുന്നു. തൗഫീഖിലേക്ക് ഞാൻ വരാം. കിലോ കണക്കിന് കഞ്ചാവ് വിൽക്കാൻ കാശ് കൊണ്ടുവരുന്നതും അത് വിതരണം നടത്തുന്നതും അതിന്റെ ഭാഗമായി എറണാകുളത്തെ കുപ്രസിദ്ധ ഗുണ്ടകളും ചിത്രങ്ങൾ എടുത്ത് പ്രദർശിപ്പിക്കുന്നതും പ്രചരിപ്പിക്കുന്നതും തങ്ങളുടെ രാഷ്ട്രീയ താല്പര്യമാണെന്നല്ലേ നിങ്ങൾ പറഞ്ഞു വെക്കുന്നത്? നിങ്ങൾ പറഞ്ഞു വെക്കുന്നതല്ലേ? താങ്കൾ ഈ പറയുന്നത് പ്രേക്ഷകർ കേൾക്കേണ്ടതുണ്ടെങ്കിൽ താങ്കൾ എന്നോട് സഹകരിക്കണം. ദയവായി കേൾക്കൂ. ഇല്ല, നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞുകൊണ്ടിരുന്നാൽ പറ്റില്ല. തൗഫീഖ് ദയവായി തൗഫീഖ് ഒന്ന് കേൾക്കൂ. തൗഫീഖ് താങ്കൾ പറഞ്ഞു. ഇത് ശരിയാണോ? തൗഫീഖ് ഒന്ന് കേൾക്കൂ. ഞാൻ ഷിജുവിനോടും പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഷിജുവിനോടും പറഞ്ഞു, താങ്കളോടും പറയുകയാണ്. ദയവായി കേൾക്കൂ. താങ്കൾ കേൾക്കാൻ തയ്യാറല്ല. ഷിജുവിലേക്ക് ഞാൻ വരാം. ഷിജു ഒറ്റ മിനിറ്റ്. ഷിജു ഞാൻ വരാം. തൗഫീഖ് ഒരു മിനിറ്റ് കേൾക്കൂ. തൗഫീഖ് കേൾക്കുന്നില്ലെങ്കിൽ എനിക്ക് ഡോക്ടർ ജയപ്രകാശിലേക്ക് പോകേണ്ടി വരും. തൗഫീഖ് കേൾക്കൂ. ഇല്ല, തൗഫീഖ് കേൾക്കുന്നില്ല. ഞാൻ ഡോക്ടർ ജയപ്രകാശിലേക്ക് വരാം. ഡോക്ടർ ജയപ്രകാശ്, ഇതാണ് കേരളത്തിന്റെ അവസ്ഥ എന്നുള്ളത് കേട്ടല്ലോ. പ്രധാനപ്പെട്ട രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ, പ്രധാനപ്പെട്ട വിദ്യാർത്ഥി രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ, ക്യാമ്പസിലുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ കൂടി വിചാരിച്ചാലാണ് നമുക്ക് ഈ ഡ്രഗ് മാഫിയയെ തരണം ചെയ്യാനാകുക, അവിടെ ലഹരിയുടെ പിടിയിൽ നിന്ന് നമ്മുടെ യുവാക്കളെ രക്ഷിക്കാനാകുക. പക്ഷെ നോക്കൂ, ഇവിടെ ഷിജുഖാൻ ഏത് രീതിയിലാണ് പെരുമാറിയെന്നുള്ളത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഞാൻ തൗഫീഖിനോട് കുറേ നേരമായിട്ട് പറയുന്നു, തൗഫീഖിന് ഷിജു പറയുന്ന ഒരു വാക്കിന് 2 വാക്ക് ഇപ്പുറത്ത് പറയണം എന്നുള്ള ആ എണ്ണം മാത്രമാണ് തികയ്ക്കാൻ ശ്രമിക്കുന്നത്. ഇത് ഏത് ഭാഗത്താണെങ്കിലും ശരിയല്ല. അതല്ല നമുക്ക് വേണ്ടത്. തൗഫീഖ്, താങ്കളിലേക്ക് ഞാൻ ചോദ്യവുമായിട്ട് വരുമ്പോൾ താങ്കൾക്ക് ഉത്തരം പറയാൻ ഞാൻ സമയം തരാമെന്ന് ഞാൻ താങ്കളോട് പറഞ്ഞതാണ്.
താങ്കൾ അതിന് ക്ഷമ പോലും കാണിക്കുന്നില്ല. ഇന്നത്തെ ചെറുപ്പക്കാർക്കുണ്ടായിരിക്കുന്ന വലിയൊരു അപകടത്തെ മാറ്റിയെടുക്കാൻ താങ്കൾ ഇങ്ങനെ തർക്കിക്കാതിരിക്കൂ. ഇത് താങ്കൾ ഇങ്ങനെ അടികൂടിയിട്ട് എന്താണ് കാര്യം? ഇത് ജനങ്ങൾക്ക് ഉപയോഗമില്ല. ഇത് ജനങ്ങൾക്ക് ഉപയോഗമില്ല. താങ്കൾ ഈ പറയുന്ന കാര്യം ജനങ്ങൾക്ക് ഉപയോഗമില്ല. ഞാൻ ഡോക്ടർ ജയപ്രകാശിലേക്ക് പോവുകയാണ്. അനുവദിക്കാതെ നിങ്ങൾ മാത്രം വൺ വേ ആയി പോകുന്നത് ഒരിക്കലും ശരിയുമല്ല. അത് ജനങ്ങൾ തൗഫീഖിനോട് ഞാൻ ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ തൗഫീഖ് അതിന് ഉത്തരം പറയാതെ തൗഫീഖിന്റെ രീതിയിൽ മാത്രം പറയും എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇത് ആർക്കാണ് ഗുണം? തൗഫീഖ് കേൾക്കൂ, എന്നോട് തർക്കിച്ച് മുന്നോട്ട് പോയിട്ട് കാര്യമില്ല. ഡോക്ടർ ജയപ്രകാശ് ഈ വീണ്ടും തൗഫീഖ് ഇങ്ങനെ തർക്കിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ തർക്കിക്കാൻ വേണ്ടിയിട്ടാണ് അവരുടെ മീഡിയ സെല്ലിൽ നിന്ന് അവർ ആളുകളെ വിടുന്നതെന്ന് എനിക്കറിയില്ല. പക്ഷേ ഇതാണ് സംഭവിക്കുന്നത്. ഇങ്ങനെയുള്ള വിദ്യാർത്ഥി നേതാക്കളെ വെച്ച് എങ്ങനെയാണ് ക്യാമ്പസിൽ ഈ ലഹരി തടയാനാകുക? ഇല്ല, ഇവിടെ ഞാനിപ്പോൾ ഇതിൻ്റെ ഒരു അക്കാഡമിക്കായിട്ടുള്ള ഒരു ഡിസ്കഷനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഇങ്ങനെയുള്ള ആളുകളെയാണ് അവിടെ ഡോക്ടർ താങ്കളെ പോലെയുള്ള ആളുകൾ അവിടെ കൈകാര്യം ചെയ്യേണ്ടത് ഇവരെയൊക്കെയാണ്, ഈ പ്രസ്ഥാനങ്ങളെയാണ്. ഇവിടെ നമ്മൾ കാണേണ്ടുന്നത് നേരത്തെ പറഞ്ഞതുപോലെ വിദ്യാർത്ഥി സംഘടനകൾ ഒരേ മനസ്സോടുകൂടി പ്രവർത്തിക്കേണ്ട ഒരു കാലഘട്ടമാണിത്. വിദ്യാർത്ഥി സംഘടനകൾ മാത്രമല്ല, എല്ലാ രാഷ്ട്രീയ സംഘടനകളും രാഷ്ട്രീയ പാർട്ടികളും പൊതുസമൂഹവും മീഡിയയും ഒക്കെ തന്നെ ഒരുമിച്ച് പ്രവർത്തിക്കേണ്ട ഒരു മിഷൻ മോഡിൽ പ്രവർത്തിക്കേണ്ട ഒരു സാഹചര്യമാണിത്. അപ്പോൾ അതിൽ തീർച്ചയായിട്ടും എല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ട് മാത്രമേ നമുക്ക് ഈ വെല്ലുവിളിയെ നേരിടാൻ കഴിയത്തുള്ളൂ. അതിൽ രാഷ്ട്രീയ പ്രത്യാരോപണങ്ങൾ നടത്തിക്കൊണ്ട് നമ്മുടെ സമയവും എനർജിയും നമ്മൾ നഷ്ടപ്പെടുത്തരുതെന്നുള്ളത് മാത്രമാണ് ഇവിടെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. യഥാർത്ഥത്തിൽ അക്കാഡമിക്കായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചിട്ടുള്ള ചർച്ച ഇതിൽ പങ്കെടുക്കാമെന്നുള്ള ഉദ്ദേശത്തിലാണ്. പക്ഷേ ഇവിടെ ഈ സമയം ഇപ്പോൾ എത്ര സമയമായെന്ന് തോന്നുന്നു, 45 മിനിറ്റായി. അപ്പോൾ ഇതിൽ അതുകൊണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ട് പ്രവർത്തിക്കേണ്ട സാഹചര്യം, അതിനുവേണ്ടിയുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നതിൻ്റെ ഒരു ഇനിഷ്യേറ്റീവിലാണ് സർക്കാരും പൊതുസമൂഹവും എല്ലാം മാധ്യമങ്ങളും എല്ലാം. ഇപ്പോൾ ഒരു നല്ല കാര്യം നടക്കുന്നതെന്ന് പറഞ്ഞാൽ സോഴ്സ് റിഡക്ഷൻ എന്ന് പറയും. ഇപ്പോൾ ഈ മയക്കുമരുന്നിൻ്റെ സംബന്ധിച്ച് പ്രത്യേകിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ മയക്കുമരുന്നിന് വെല്ലുവിളി നേടുന്നതിനുള്ള ഒരു പ്രധാന മാർഗ്ഗമെന്ന് പറയുന്നത് സോഴ്സ് റിഡക്ഷനാണ്. അപ്പോൾ ആ സോഴ്സ് റിഡക്ഷൻ്റെ വഴികളാണ് ഇപ്പോൾ കേരളത്തിലെമ്പാടും നടന്നുകൊണ്ടിരിക്കുന്ന. വലിയ തരത്തിലുള്ള റെയ്ഡുകൾ നടക്കുന്നുണ്ട്. കഞ്ചാവും അതുപോലെ MDMA-യും മറ്റ് മയക്കുമരുന്നുകളും കണ്ടെത്തുന്നുണ്ട്, അതെല്ലാം സീസ് ചെയ്യുന്നുണ്ട്. അങ്ങനത്തെ ഒരു തലം അതാണ് മയക്കുമരുന്ന് നിർമ്മാർജ്ജനത്തിനുള്ള ഉപയോഗത്തിൻ്റെ. അതേസമയത്ത് മറുവശത്ത് കുട്ടികളിലും കൗമാരക്കാരിലും യുവാക്കളിലും പ്രവർത്തിക്കേണ്ടതുണ്ട്, അതുപോലെ കുടുംബങ്ങളിൽ പ്രവർത്തിക്കേണ്ടതുണ്ട്, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ അധ്യാപകർ പ്രവർത്തിക്കേണ്ടതുണ്ട്, ഇവരെല്ലാം ചേർന്ന് പ്രവർത്തിക്കേണ്ടതുണ്ട്. അത്തരത്തിലുള്ള ആസൂത്രണങ്ങൾ നടത്തുന്നതിനുള്ള ഇനിഷ്യേറ്റീവിലാണ് ഇപ്പം സമൂഹവും സർക്കാരും നിലകൊള്ളുന്നത്. അപ്പോൾ അത്തരം പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നതിന് വേണ്ടിയുള്ള, പ്രത്യേകിച്ച് നമ്മൾ കുട്ടികളെ സംബന്ധിച്ച് നമ്മൾ പരിശോധിക്കുമ്പോൾ നമ്മൾ കാണുന്നത് കുട്ടികളുടെ വ്യക്തിതലത്തിൽ നമുക്ക് ഇടപെടേണ്ടി വരും. അതിലേക്ക് പോകുന്ന പ്രവണതയുള്ള കുട്ടികൾ, അത് ഉപയോഗിക്കുന്ന കുട്ടികൾ, അതിൻ്റെ ലഹരിക്ക് അടിമയായ കുട്ടികൾ, ഇങ്ങനെ പല തലങ്ങളിൽ നിൽക്കുന്ന കുട്ടികളുണ്ട്, കൗമാരക്കാരും യുവാക്കളും ഉണ്ട്. അപ്പോൾ അവരെ എല്ലാവർക്കും നമുക്ക് കുടുംബതലത്തിൽ ഇടപെടാൻ മാതാപിതാക്കൾക്ക് ഇത്തരം കുട്ടികളെ കണ്ടെത്താൻ കഴിയേണ്ടതുണ്ട്. അതുപോലെ സ്കൂൾ അന്തരീക്ഷത്തിൽ അധ്യാപകർക്ക് ഇത്തരം കുട്ടികളെ കണ്ടെത്താൻ കഴിയേണ്ടതുണ്ട്. അവിടെ ഞാൻ പറയുന്നത് അവിടെ ഈ ക്യാമ്പസുകൾക്ക് ശരിക്കും പറഞ്ഞാൽ വലിയൊരു പൊട്ടൻഷ്യലുണ്ട്. ക്യാമ്പസുകൾക്ക് വലിയ പൊട്ടൻഷ്യൽ എന്ന് പറയുമ്പം കുട്ടികളെ നമ്മുടെ ക്യാമ്പസ് സ്കൂളിലാണെന്നുണ്ടെങ്കിലും കോളേജുകളിലാണെങ്കിലും എല്ലാ ഭൂരിപക്ഷം കുട്ടികളും കോളേജുകളിലും സ്കൂളുകളിലും പഠിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ ഇടപെടാനുള്ള ഒരു വലിയൊരു ടാർഗറ്റ് പോപ്പുലേഷനാണ്, ഒരു ടാർഗറ്റ് സെൻറ്ററാണ് അതൊരു. അപ്പോൾ അവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ വിദ്യാർത്ഥി സംഘടനകൾക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാൻ കഴിയും. അങ്ങനെ വിദ്യാർത്ഥി സംഘടനകൾ ഒരുമിച്ച് പ്രവർത്തിക്കുകയാണെങ്കിൽ തന്നെ ഒരു വലിയൊരു ലക്ഷ്യത്തിലേക്ക് പോകാനുള്ള ഒരു തുടക്കമായിട്ട് നമ്മൾക്ക് അതിനെ മാറ്റിയെടുക്കാൻ സാധിക്കും. ആ രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ആവശ്യമായിട്ടുള്ളത്. ഇത്തരം തർക്കങ്ങളല്ലെന്ന് മാത്രമാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. തീർച്ചയായിട്ടും തൗഫീഖ് രാജൻ ഒരുപക്ഷെ ഡോക്ടർ പറഞ്ഞു വരുന്നത്, നമ്മൾ ഒരു സംഘടനയെ അങ്ങ് പിരിച്ചുവിട്ടാൽ എല്ലാം തീരുന്നതല്ല ഈ പ്രശ്നം. എല്ലാവരും കൂടെ ചേർന്നാണ് കാര്യങ്ങൾ ചെയ്യേണ്ടത്. അവിടെ എനിക്ക് വീണ്ടും താങ്കളോട് ചോദ്യം ചോദിക്കാനുള്ളത്, താങ്കൾ എന്നോട് വൈരാഗ്യം തോന്നരുത്, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു മറുപടിയല്ല താങ്കൾ ഇന്ന് പ്രതീക്ഷിക്കുന്നത്. കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർ ഈ കാര്യത്തിൽ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നതെന്ന് അറിയാൻ ആഗ്രഹിക്കുന്നുണ്ട്. അവർ കൂടി കൈകോർത്ത് നമുക്ക് ഈ സമൂഹത്തിൽ നിന്ന് ഈ ഒരു ശാപത്തെ ഇല്ലാതാക്കുകയാണ് വേണ്ടത്. അതിനുവേണ്ടി SFI എന്താണ് ചെയ്യുന്നതെന്ന് അവർ പറയുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ ഇവിടെ നമ്മൾ തർക്കിച്ച് പോകുന്നത് ഏത് കാര്യത്തിലാണെന്ന് കണ്ടല്ലോ. എനിക്കൊരൊറ്റ കാര്യം, ഇതിൽ സത്യാവസ്ഥ നമ്മൾ അറിയുകയും വേണം. ഈ ആകാശ് എന്ന് പറയുന്ന വിദ്യാർത്ഥിയെ ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ടല്ലോ. ഈ കാര്യത്തിൽ ആകാശിൻ്റെ നമ്മുടെ ആ ചരിത്രം പരിശോധിക്കുമ്പോൾ
ആകാശും ആദിലും ഒരൊറ്റ മുറി പങ്കിടുന്നവരാണ്. ആദിൽ ആരാണെന്നാണ് താങ്കളുടെ സംശയം. ആദിൽ നിങ്ങളോട് ബന്ധമില്ലെന്ന് പറയുന്നു. അല്ല ആകാശ് നിങ്ങളോട് ബന്ധമില്ലെന്ന് പറയുന്നു. പക്ഷേ ആദിൽ ആരാണെന്നുള്ളത് ആദിലിന് ഇതിൽ കേസിൽ പ്രതിയേ അല്ലെന്ന് പറയുന്നു. പക്ഷേ ആരുടെ മുറിയാണിത്? ആരുടെ മുറിയാണ്? ഞാൻ ചോദ്യം മുഴുവൻ ചോദിക്കുന്നവരെ താങ്കൾക്ക് ക്ഷമ ഉണ്ടാകണ്ടേ? അത് കേൾക്കൂ. ശ്രീലാൽ, ആകാശ KSUമായി ബന്ധമുണ്ട്, അവർ തന്നെ നേരത്തെ അത് പറഞ്ഞിട്ടുണ്ടല്ലോ. അതെ, പക്ഷെ അപ്പോൾ ഇതുവരെ KSUമായി ബന്ധമുള്ള ഒരാളുടെ പേര് അദ്ദേഹത്തിന് ഈ ചർച്ചയിൽ പറയാനായില്ല. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. ആകാശിന് ബന്ധമുണ്ടെന്ന്. കോളേജിലെ KSUമായി ബന്ധമൊന്നുമില്ല. അതെല്ലാം വ്യക്തമായി പുറത്തു വന്നല്ലോ. റിമാൻഡിൽ അടയ്ക്കപ്പെട്ടപ്പോൾ KSUമായിട്ട് ബന്ധമില്ല. അതിന്റെ ക്ലിപ്പ് താങ്കൾ കണ്ടില്ലേ? ഇവരൊക്കെ പറയുന്നത് കേട്ടില്ലേ? ആരൊക്കെയാണ് മത്സരിച്ചത്, ആരാണ് മത്സരിച്ചത്, ആരാണ് പാർട്ടിയിൽ ഈ KSUവിൽ അംഗത്വമുള്ളത്, ഇതൊക്കെ അവർ പറഞ്ഞല്ലോ. തൗഫീഖ്, ഡോക്ടർ ലാൽ അങ്ങ് ചോദിച്ചു കഴിഞ്ഞോ? അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല. ചോദ്യമുണ്ട്, താങ്കൾ പറഞ്ഞോളൂ. ഡോക്ടർ ലാൽ, ഞാൻ വളരെ കൃത്യമായി പറയാം. ശരി, ഇത്രയും എനിക്ക് എത്ര സെക്കൻഡാണ് അനുവദിക്കുന്നതെന്ന് അറിയില്ല. ആ സെക്കൻഡ് വരെ ഞാൻ സംസാരിക്കാം. എന്തായാലും ഡോക്ടർ ലാൽ, അങ്ങ് ആമുഖമായി പറഞ്ഞു വെച്ചൊരു സാധനമുണ്ട്, ഈ ലഹരി വിരുദ്ധ പോരാട്ടം. അതിനുശേഷം ഞാൻ ഈ പറഞ്ഞ പ്രതികളുടെ കാര്യത്തിലേക്ക് കൃത്യമായി വരും, ഒരു സംശയം വേണ്ട. പോരാട്ടത്തിൽ ഒറ്റക്കെട്ടായി നിൽക്കണം എന്നുള്ളത് തന്നെയാണ് KSU നിലപാട്. അത് എന്താണ്? ഇപ്പൊ ആ പ്രതികളെ കുറിച്ച് പറയാൻ പറ്റില്ല, അവരുടെ KSU ബന്ധം പറയാൻ പറ്റില്ല. പോരാട്ടത്തിൽ ഞാൻ അതിലേക്ക് വരാംന്നേ. ഞാൻ അത് പറയാം, എന്നാ അത് പറഞ്ഞ ശേഷം ഇത് പറയാം. അങ്ങ് ഇടപെടാതിരുന്നാൽ മതി. എന്തായാലും ഞാൻ പറഞ്ഞല്ലോ, ഈ പറയുന്ന ഷാലിക്കിന് KSUമായി ബന്ധമുണ്ട്. അത് ഞാൻ നേരത്തെ പറഞ്ഞു. ഇപ്പോൾ അറ്റ് പ്രസന്റ് KSUമായി ബന്ധമില്ല. ഇനി ആകാശ് എന്ന് പറയുന്നത് ഒരു KSU നേതാവല്ല. KSU ബാക്ക്ഗ്രൗണ്ടോ KSU പശ്ചാത്തലമോ നിലവിലില്ല. അതിനോടൊപ്പം തന്നെ മറ്റൊരു കാര്യം കൂടി ഞാൻ സൂചിപ്പിക്കുന്നു. ആദിൽ KSUകാരനല്ല എന്ന് ഞാൻ നിഷേധിക്കുന്നില്ല. ആദിൽ ആ റൂംമേറ്റ് ആണ്, ആ റൂമിൽ പങ്കാളിയാണ്, സാങ്കേതികമായി ആ റൂമിലെ താമസക്കാരനാണ് ആദിൽ. പക്ഷേ ഈ സംഭവം നടന്ന സമയത്ത് ആദിൽ അവിടെ ഉണ്ടായിരുന്നില്ല. ഇവിടെ പോലീസ് റെയ്ഡ് നടത്തിയ സമയത്ത് അവിടെ ആദിൽ ഉണ്ടായിരുന്നില്ല. ഇക്കാര്യം വാസ്തവമായ കാര്യമാണ്. ഇതിനെ വളച്ചൊടിക്കാൻ കഴിയില്ല. ഇനി ഞാൻ താങ്കളുടെ അടുത്ത ചോദ്യം ചോദിക്കട്ടെ. ഈ മൂന്ന് കാര്യങ്ങൾ താങ്കൾ പറഞ്ഞല്ലോ. അടുത്ത ഞാൻ താങ്കളോട് ചോദിക്കട്ടെ. താങ്കൾ ഇപ്പൊ പറഞ്ഞത് നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്നതിന്റെ ഘടകവിരുദ്ധമാണ്. ഇവർക്ക് 3 പേർക്കും KSU ബന്ധമുണ്ട്. ഒരാൾ നിലവിൽ KSUക്കാരനല്ല. പറയട്ടെ ആകാശ് നിലവിൽ KSUക്കാരനല്ല, ആദിൽ KSU അല്ല എന്ന് പറയുന്നു. പക്ഷേ ആദിൽ അവിടെ ഉണ്ടായിരുന്നില്ല എന്നാണ്. പക്ഷെ ആദിലിന്റെ മുറിയിൽ ഈ കഞ്ചാവ് ഉണ്ടായിരുന്നു. ആദിലിന്റെ മുറിയിൽ കഞ്ചാവ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ ആദിൽ അവിടെ ഉണ്ടായിരിക്കണം എന്താണ് നിർബന്ധം സർ? ആദിലിന് ഈ കേസുമായി ബന്ധമില്ല എന്ന് പറയുന്നത് അന്വേഷണ ഉദ്യോഗസ്ഥരാണ്, പോലീസാണ്. ആരുടെ പോലീസാണ്? പിണറായി വിജയന്റെ പോലീസാണ്. ആഭ്യന്തര വകുപ്പ് ഒരു വിദ്യാർത്ഥിയുടെ മുറിയിൽ കഞ്ചാവ് പിടിക്കുമ്പോൾ പിണറായി വിജയന്റെ പോലീസ് പറഞ്ഞു ആദിൽ ഇപ്പോൾ പ്രതിയല്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്തിനു വിശ്വസിക്കണം? എന്ന് പറഞ്ഞത് കേസിൽ പ്രതിയാക്കാനും വലിയ രീതിയിലുള്ള ശ്രമങ്ങൾ ഔദ്യോഗികമായി സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുന്നുണ്ട് എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. സ്വാഭാവികമായിട്ട് ഞാൻ ചോദിച്ച ചോദ്യങ്ങൾക്ക് താങ്കൾ കൃത്യമായി മറുപടി പറയുന്നുണ്ട്. ഈ ഘട്ടത്തിൽ എനിക്ക് ചോദിക്കാനുള്ളത് ഇത്ര മാത്രമാണ്. അവിടെ പിണറായി വിജയന്റെ പോലീസിനെ താങ്കൾ ഇപ്പോൾ വിശ്വസിക്കുന്നു. ആദിൽ തൽക്കാലം പ്രതിയല്ല എന്നുള്ളത് കൊണ്ട് മാത്രം. പക്ഷേ ആദിലിൻ്റെ മുറിയിൽ നിന്ന് ഇത് പിടിച്ചെടുത്തിട്ടുണ്ട്. പ്രതി ആകാമോ? ഇനി നാളെ എന്ത് സംഭവിക്കും? ഇതിൻ്റെ സോഴ്സ് അന്വേഷിക്കുമ്പോൾ അവിടെ നിന്ന് കിട്ടുന്ന വിവരങ്ങൾ എന്തായിരിക്കും? ഇതൊക്കെ നമുക്കറിയണമല്ലോ. നിങ്ങൾക്കെങ്കിലും ചുരുങ്ങിയ പക്ഷം ആദിലിനെ ഡിഫെൻഡ് ചെയ്യുന്ന നിങ്ങളെങ്കിലും പറയണ്ടേ ആദിലിൻ്റെ മുറിയിൽ ഇതെങ്ങനെ വന്നു? ഈ കാര്യം ആദിലിന് ഒരു ബന്ധവുമില്ല എന്ന് നിങ്ങൾ എന്തുകൊണ്ട് പറയുന്നു എന്ന്? ഇവിടെ ഞങ്ങളല്ല, പോലീസാണ് പറയുന്നത് ആദിലിന് ഈ കേസുമായി ബന്ധമില്ല. എന്തുകൊണ്ട് ഈ കേസുമായി ബന്ധമില്ല എന്ന് ഞങ്ങൾ പറയുന്നു എന്നങ്ങ് ചോദിച്ചാൽ, ആ സംഭവം നടക്കുന്ന സമയത്ത് ആദിൽ അവിടെ ഉണ്ടായിരുന്നില്ല എന്നുള്ളത് തന്നെയാണ് അതിന് ഏറ്റവും ഡോക്ടർ ലാൽ, നാളെ ഈ കേസിൽ ആദിൽ പ്രതിയാവുകയാണെങ്കിൽ അങ്ങ് എഴുതിയിട്ടോ. ഞാൻ കൈരളി ചാനലിന്റെ കൈരളി 4-ൽ ഡോക്ടർ ലാൽ എന്ന് പറയുന്ന ഉത്തരവാദിത്തപ്പെട്ട കേരളം അറിയപ്പെടുന്ന മാധ്യമ പ്രവർത്തകന്റെ ചർച്ചയിൽ വെച്ച് വളരെ കൃത്യമായി പറയുന്നു, ഇന്നലെ അറസ്റ്റ് ചെയ്യപ്പെട്ടവരോ ഇന്ന് അറസ്റ്റ് ചെയ്യപ്പെട്ടവരോ നാളെ അറസ്റ്റ് ചെയ്യപ്പെടുന്നവരിലോ
ഏതെങ്കിലും ഒരു KSU-കാരനുണ്ടെങ്കിൽ ആ ഇല്ല, അവരൊക്കെ കഴിഞ്ഞ മാസം വരെ ഉണ്ടായിരുന്നുള്ളൂ നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞല്ലോ. ഈ മാസമല്ല. ഡോക്ടർ ഷിജു 30 സെക്കൻഡ് എനിക്ക് ഒരു ഇടവേളയിലേക്ക് പോകണം. ഈ പറയുന്ന KSU ബന്ധങ്ങൾ എങ്ങനെയാണ് നിങ്ങൾക്ക് മനസ്സിലാവുന്നത്? എഴുതിയിട്ടോളൂ. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ ക്യാമ്പസുകളിൽ വിദ്യാർത്ഥി സംഘടനകൾ വളരെ സജീവമായി നിലയുറപ്പിച്ചിരിക്കുകയാണ്. സ്വാഭാവികമായും മറ്റ് ഉത്തരേന്ത്യൻ ക്യാമ്പസുകളിൽ നിന്നെല്ലാം വ്യത്യസ്തമായി നമ്മുടെ ക്യാമ്പസുകളിൽ അരാജകത്വം ഒഴിവാക്കപ്പെടുന്നതും ക്രൂരമായ റാഗിങ് നടക്കാതിരിക്കുന്നതിനുമൊക്കെ അടിസ്ഥാനം പൊതുവായി ക്യാമ്പസ് ജനാധിപത്യവും അതിൻ്റെ സംഘടനാ പ്രവർത്തനവുമാണെന്ന് ഉറച്ച് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. എന്നാൽ ഇവിടെ സംഭവിക്കുന്നത് മഹാഭൂരിപക്ഷം ക്യാമ്പസുകളിലും SFIക്ക് അംഗീകാരവും സ്വീകാര്യതയും ഉള്ളതുകൊണ്ട് ഏതെങ്കിലും ഒരു ക്യാമ്പസിലുണ്ടാകുന്ന പ്രശ്നങ്ങളുടെ മുഴുവൻ ഉത്തരവാദിത്തവും SFIയുടെ തലയിൽ വയ്ക്കാനും എവിടെയെങ്കിലും ഒരു ദൗർഭാഗ്യകരമായി ഒറ്റപ്പെട്ടൊരു സംഭവം ഉണ്ടായി അതിൽ SFIക്കാരെങ്കിലും പെട്ടുപോയാൽ അവരെ മുഴുവൻ മുദ്രകുത്തി അവരെ ടാർഗറ്റ് ചെയ്ത് ക്യാമ്പസുകൾ മുഴുവൻ SFI നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് വലതുപക്ഷ വിദ്യാർത്ഥി സംഘടനകളും അവരുടെ നേതാക്കന്മാരും അതിനെ ഏറ്റുപിടിക്കുന്ന മീഡിയയും ഇവിടെ സംഹാര താണ്ഡവമാകുമ്പോൾ ഞാൻ ശ്രീലാൽ ഞാൻ പറഞ്ഞത് ഒറ്റ കാര്യമേ ഉള്ളൂ. എന്തുകൊണ്ട് KSUവിൻ്റെ നേതാവ് ആയിട്ടുള്ള നേരത്തെ ഇവിടെ പരാമർശിക്കപ്പെട്ട അവരുടെ ആർട്സ് ക്ലബ്ബ് സെക്രട്ടറി ആയിരുന്നു, സ്ഥാനാർത്ഥിയായിരുന്നു കഴിഞ്ഞ വർഷം. അത് ചെറിയ കാര്യമാണോ? അദ്ദേഹത്തിന് അനുവദിക്കപ്പെട്ട മുറിയിലാണ് കിലോ കണക്കിന് കഞ്ചാവ് പിടിക്കുന്നത്, ആകാശ് താമസിക്കുന്നത്. KSUവിന്റെ പ്രവർത്തകരും നേതാക്കന്മാരുമാണ് ഇവർ എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. അത് മാത്രം എന്തുകൊണ്ട് മാധ്യമങ്ങൾക്ക് ഒരു പ്രശ്നമാകുന്നില്ല, KSUവിന് ഒരു പ്രശ്നമാകുന്നില്ല, കോൺഗ്രസ് നേതാക്കൾക്ക് പ്രശ്നമാകുന്നില്ല? ആദ്യം തൗഫീഖ് രാജനിലേക്കാണ്. തൗഫീഖ്, ആ ഒരു മിനിറ്റ് താങ്കൾ എങ്ങനെ ഉപയോഗപ്പെടുത്തുന്നുള്ളത് നോക്കാം. പക്ഷേ എൻ്റെ ചോദ്യം ഇതാണ്, ആളുകൾക്ക് അറിയേണ്ടതും ഇതാണ്. ഈ ആദിലിനെ കുറിച്ചാണല്ലോ. ആദിലിൻ്റെ മുറിയിൽ നിന്ന് 2 കിലോ കഞ്ചാവ് പിടിച്ചിട്ടുണ്ട്. പക്ഷേ നിങ്ങൾ ഈ ചർച്ചയിൽ ഉടനീളം മാറിയും മറിഞ്ഞും പറയുന്നു ഇദ്ദേഹം KSU അല്ല എന്ന് താങ്കൾ ഒരു സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്. പിന്നീട് അദ്ദേഹത്തെ ന്യായീകരിച്ചുകൊണ്ടേയിരിക്കുന്നു. ഈ 2 കിലോ കഞ്ചാവ് പിടിച്ച ആളിനെ ആ മുറിയുടെ ഉടമസ്ഥനായ ആദിലിനെ നിങ്ങൾ ന്യായീകരിക്കുന്നു, മാധ്യമങ്ങൾ അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നതേ ഇല്ല. ഇതെന്തുകൊണ്ടാണ്? ഡോക്ടർ ലാൽ, അങ്ങേക്ക് ഈ ചർച്ച 1 മിനിറ്റ് മാത്രമേ ഉള്ളൂ, അതുകൊണ്ടാണ് പറഞ്ഞത്. അങ്ങ് ഈ ചർച്ചയുടെ തുടക്കം മുതൽ പരിശോധിക്കാം. ഒരിടത്ത് പോലും ആദിലിന് KSUമായി ബന്ധമില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ആദിലിന് ഈ കേസുമായി ബന്ധമില്ല എന്നാണ് ഞാൻ വളരെ കൃത്യമായി പ്രതിപാദിച്ചിട്ടുള്ളത്. അതിനപ്പുറത്തേക്ക് ഇവിടെ കൃത്യമായി അങ്ങനെ ഒരു കാര്യം മാത്രം ഞാൻ വളരെ വ്യക്തമായി ചുരുങ്ങിയ സമയത്തിനുള്ളിൽ പറയാൻ ആഗ്രഹിക്കുന്നു. കേരളത്തിൽ ഈ വിഷയം ഉയർന്ന ആദ്യഘട്ടത്തിൽ തന്നെ KSUവിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് വ്യക്തമാക്കിയത് ലഹരിവിരുദ്ധ പോരാട്ടത്തിൽ ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകണം, ലഹരിവിരുദ്ധ പോരാട്ടത്തിൽ സർക്കാരിന് കലവറയില്ലാത്ത പിന്തുണ നൽകുന്നുണ്ട്, ഇതിന്റെ സോഴ്സ് കണ്ടെത്തി കൃത്യമായ തരത്തിലുള്ള ഇടപെടൽ ഉണ്ടാകണം എന്ന് പറഞ്ഞത് പ്രസ്ഥാനത്തിന്റെ പേര് KSU എന്നാണ്. അതിനോടൊപ്പം തന്നെ അങ്ങക്ക് കൃത്യമായി അറിയാം, കാസർഗോഡ് മുതൽ KSU ഒരു ക്യാമ്പസ് ജാഗരണ യാത്രയ്ക്ക് തുടക്കം കുറിച്ചിരിക്കുകയാണ്. അത് ലഹരിവിരുദ്ധ മാഫിയക്കെതിരെ, രാസലഹരി മാഫിയ സിൻഡിക്കേറ്റിനെതിരെ കൃത്യമായി ക്യാമ്പസുകൾ ഉടരണം, ക്യാമ്പസുകൾ ജാഗരൂകരാകണം എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ്. ഇവിടെ ഉത്തരവാദിത്തപ്പെട്ട ഫ്ലോറിൽ വളരെ കൃത്യമായി തന്നെ ഞാൻ പറയുന്നു, ഈ സർക്കാർ കൃത്യമായി ഉണർന്നു പ്രവർത്തിക്കേണ്ടതായിട്ടുണ്ട്. ലഹരി മാഫിയ പ്രതിപക്ഷം ഇത്തരത്തിലൊരു നിലപാടെടുക്കുമ്പോൾ സർക്കാരിന് ഒറ്റയ്ക്ക് എന്തൊക്കെ ചെയ്യാനാകും? കള്ളക്കടത്തും മാഫിയ പ്രവർത്തനവും ഒന്നും പ്രതിപക്ഷത്തിന് എന്തുകൊണ്ട് അങ്ങനെ പറയേണ്ടി വരുന്നു എന്നതിന് ചോദിച്ചാലാണ്. ഡോക്ടർ ഷിജു ആണ്, താങ്കളല്ല. തൗഫീഖ്, താങ്കളല്ല. ഷിജുവിനുള്ള 1 മിനിറ്റ്, താങ്കളല്ല. ശ്രീലാൽ, ഞാൻ പറയുന്നത് നിങ്ങളൊരു 15 മിനിറ്റ് കൂടി ചർച്ച നീട്ടണം. കാരണം ഈ വിഷയത്തിൽ ഇടതുപക്ഷത്തിനും CPIM-നും നിലപാട് വിശദീകരിക്കാൻ സമയം കിട്ടുന്നില്ല. ഞാൻ തയ്യാറാണ്, വിശദീകരിക്കാൻ സമയം കിട്ടുന്നില്ല. അങ്ങ് സമയം തരുന്നില്ലെങ്കിൽ അങ്ങക്ക് അടുത്ത ആളിലേക്ക് പോകാം. വിഷയങ്ങൾ പറയാൻ സമയം കിട്ടുന്നില്ല, പിന്നെ ദൗർഭാഗ്യകരമാണ്. പറഞ്ഞോളൂ, താങ്കൾക്ക് ഒരൊറ്റ മിനിറ്റ് കൂടെ. ഇവിടെ ചാനലുകൾ മുഴുവൻ KSUക്കാർക്കും കോൺഗ്രസ്സുകാർക്കും SFIയെ തെറിവിളിക്കാനുള്ള സകല അവസരവും കൊടുത്ത് കൊട്ടേഷൻ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ആകെ സത്യം വിളിച്ചു പറയാൻ കഴിയുന്ന ഒരൊറ്റ ചാനലാണെന്ന് കൈരളി ചാനൽ. ആ ചാനലിൽ ഇക്കാര്യം വിശദീകരിക്കാനുള്ള സമയം അങ്ങ് തരണം. ഞാൻ പറഞ്ഞ ശ്രീലാൽ, ഞാനിതില് വളരെ വസ്തുതാപരമായി ചില കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തുടങ്ങിയ ഈ ചർച്ചയുടെ തുടക്കം മുതൽ ഒന്നുകിൽ തൗഫീഖ് രാജനോ അല്ലെങ്കിൽ ഈ ചർച്ച മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ല. KSUവിൻ്റെയും കോൺഗ്രസിൻ്റെയും നേതാക്കന്മാർ ഇന്നലെ മുതൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മുഴുവൻ പൊളിഞ്ഞതിൻ്റെ ജാള്യതയിലാണ്. PD സതീശൻ മുതൽ
ഓരോരുത്തരും കോൺഗ്രസിൻ്റെയും KSUവിൻ്റെയും നേതാക്കന്മാർ കേരളത്തിൽ തുറന്നുവെച്ച വലിയ പെരുങ്കള്ളമാണ് പൊളിഞ്ഞിരിക്കുന്നത്. കിലോ കണക്കിന് കഞ്ചാവ് പിടിക്കപ്പെട്ടത് KSUവിൻ്റെ പ്രവർത്തകരിൽ നിന്നാണ്. കിലോ കണക്കിന് കഞ്ചാവ് പിടിക്കപ്പെട്ട മുറിയുടെ ഉടമ KSUവിൻ്റെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ ആർട്സ് ക്ലബ്ബ് സെക്രട്ടറിയാണ്. കഞ്ചാവ് പിടിക്കപ്പെട്ട വീടോ കഞ്ചാവ് പിടിക്കപ്പെട്ട മുറിയോ ആകുമ്പോൾ അതിൻ്റെ ഉടമയ്ക്ക് ഒരു ബന്ധമില്ല. അത് എവിടെന്നോ ശൂന്യതയിൽ നിന്ന് ഇങ്ങനെ വന്നു വീണതാണോ കഞ്ചാവ്? ശരി, ശ്രീ ലാൽ, ഇങ്ങനെ ആകാശത്തുനിന്ന് പൊട്ടി വീണതാണോ കഞ്ചാവ്? ആ കഞ്ചാവ് പിടിക്കപ്പെട്ട മുറിയുടെ ഉടമ അതിൽ ഉത്തരവാദിത്വം പറയണ്ടേ? KSUവിൻ്റെ നേതാവാണെന്ന് VD സതീശൻ നെഞ്ചി കൈവച്ചുകൊണ്ട് പറ. ഞാൻ തൗഫീഖ് രാജിനോടല്ല പറയുന്നത്, VD സതീശനോടും രമേശ് ചെന്നിത്തലയോടും കോൺഗ്രസിന്റെ നേതാക്കന്മാരോടും പറഞ്ഞു, ശൂന്യതയിൽ നിന്ന് കളമശ്ശേരിയുടെ ആകാശത്തിൽ നിന്ന് പൊട്ടി വീണതാണോ കഞ്ചാവ്? ശരി, കഞ്ചാവ് സൂക്ഷിച്ചിരിക്കുകയാണ്, കഞ്ചാവ് കച്ചവടം ചെയ്യുകയാണ്. ഡോക്ടർ ജയപ്രകാശ്, അവസാനത്തെ ഒരു മിനിറ്റ്, ഞാൻ സമയമില്ലെങ്കിലും താങ്കളിലേക്ക് തന്നെ വരുന്നു. ഇതാ നോക്കൂ, കേരളത്തിന്റെ ഉത്തരവാദിത്തപ്പെട്ട പ്രതിപക്ഷ നേതാക്കൾ തങ്ങളുടെ പാർട്ടിയുമായിട്ട്, തങ്ങളുടെ കുഞ്ഞനുജന്മാർ അവരുടെ സംഘടനയുമായി ബന്ധപ്പെട്ട് പ്രതികളാകുകയോ അവരുടെ മുറിയിൽ നിന്ന് കഞ്ചാവ് പിടിക്കുകയോ ചെയ്യുമ്പോൾ മാധ്യമങ്ങൾ അത് ചോദ്യം ചെയ്താൽ അവരെ ആക്രമിക്കുന്നു. അങ്ങനെ ഭരണപക്ഷത്തെ ആക്രമിക്കുന്നു, ഈ പറയുന്ന പോലീസിനെ ആക്രമിക്കുന്നു, ഇത്തരത്തിൽ സംഘടനകളെ പിരിച്ചുവിടണം എന്ന് പറയുന്നു. താങ്കളുടെ ഏതെങ്കിലും മനഃശാസ്ത്ര വിദ്യ കൊണ്ട് ഈ കാര്യങ്ങൾ മാറ്റിയെടുക്കാനാകുമോ? ഇല്ല, ഇത് ശരിക്കും പാർട്ടി രാഷ്ട്രീയത്തിൻ്റെ അഭിപ്രായം പറയുന്നതിനകത്ത് യഥാർത്ഥത്തിൽ നമ്മളെപ്പോലുള്ള ഒരാൾ അഭിപ്രായം പറയുന്നതിൽ കാര്യമില്ല. അത് രാഷ്ട്രീയ പാർട്ടികൾ തന്നെ അഭിപ്രായം പറയട്ടെ എന്നുള്ളതാണ്. നമുക്കിതിനകത്ത് കാണേണ്ടുന്നത് രാഷ്ട്രീയം കാണാതെ നമുക്ക് ഒരുമയോടുകൂടി ഒത്തൊരുമയോടുകൂടി പ്രവർത്തിക്കണം. അതിനുവേണ്ടിയുള്ള വഴികൾ ആലോചിക്കണം. ഒരുമിച്ചിരുന്ന് കൂടിയിരുന്ന് ചർച്ച ചെയ്ത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഭരണകൂടവും എല്ലാവരും ഒരുമിച്ച് സർക്കാരും ഒക്കെ ഒരുമിച്ചിരുന്ന് വിദ്യാർത്ഥി സംഘടനകളൊക്കെ ഒരുമിച്ചിരുന്ന് ചർച്ച ചെയ്ത് പരിപാടികൾ ആസൂത്രണം ചെയ്ത് യുദ്ധകാലാടിസ്ഥാനത്തിൽ നടപ്പിലാക്കണമെന്നുള്ളതാണ്. ഒരു മൾട്ടി ഡയമെൻഷനായിട്ടുള്ള ഒരു പ്രോഗ്രാം തയ്യാറാക്കി ഇടപെടണമെന്നുള്ളതാണ്. ഇന്ന് നാളത്തേക്ക് മാറ്റിവെക്കാനാകില്ല, ഇന്ന് തന്നെ നമ്മളതിന് തുടങ്ങണമെന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അതിൽ ഇത്തരം രാഷ്ട്രീയ പ്രത്യാരോപണ ചർച്ചകൾ അതിന് ആക്കം കുറയ്ക്കത്തതേ ഉള്ളൂ. അതുകൊണ്ട് അത്തരം ചർച്ചകളല്ല നമുക്ക് ഇപ്പം കാലഘട്ടത്തിൻ്റെ ആവശ്യം. ശരി, അതാണ് എനിക്ക് പറയാനുള്ളത്. ശരി, എന്തായാലും മനഃശാസ്ത്ര വിദഗ്ധനായ ഡോക്ടർ ജയപ്രകാശ് പറഞ്ഞതിൻ്റെ മലയാളം ഇത്ര മാത്രമേ ഉള്ളൂ. പ്രതിപക്ഷ നേതാക്കൾ തങ്ങളുടെ സംഘടനയിൽപ്പെട്ട ആളുകൾ ഇത്തരത്തിൽ കഞ്ചാവ് കേസുമായി ബന്ധപ്പെട്ട് പിടിക്കപ്പെടുകയോ അവരുടെ മുറിയിൽ നിന്ന് ഇത് കണ്ടെത്തുകയോ ചെയ്യുമ്പോൾ മാധ്യമങ്ങൾക്ക് നേരെ ആക്രോശിക്കുകയും ഇത്തരം കാര്യങ്ങൾ പറയുന്ന അല്ലെങ്കിൽ എതിർ സംഘടനകളെ പിരിച്ചുവിടണമെന്നൊക്കെ പറയുകയൊക്കെ ചെയ്താൽ ഇതിന് ഒരു മനഃശാസ്ത്ര വിദ്യയില്ല, ഇതിന് ഏതെങ്കിലും തരത്തിലുള്ള ശാസ്ത്രീയ വിദ്യകളില്ല ഈ ഇത്തരം പരിപാടികൾ ഇല്ലാതാക്കാൻ. കേരളത്തിൽ ഏതെങ്കിലും തരത്തിൽ ലഹരിയുമായി ബന്ധപ്പെട്ട പ്രശ്നമുണ്ട്, ചെറുപ്പക്കാരെ ഇത് ബാധിക്കുന്നു എന്ന് ആത്മാർത്ഥമായിട്ടാണ് പ്രതിപക്ഷം ഈ കാര്യങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ സർക്കാരിനൊപ്പം, സർക്കാർ സംവിധാനങ്ങൾക്കൊപ്പം നിന്ന് ഈ കാര്യങ്ങളെ തടയാൻ ശ്രമിക്കണം. സംഘടനകളാണ് ഈ കാര്യത്തിൽ ക്യാമ്പസുകളിൽ മുമ്പിൽ നിൽക്കേണ്ടത്. ഇപ്പം തന്നെ കോളേജുകളിലൊക്കെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പൊക്കെ അത്തരത്തിൽ പ്രവർത്തനങ്ങളുമായി മുമ്പോട്ട് നിൽക്കുന്നുണ്ട്. സംഘടനകൾ അതിൻ്റെ ചുക്കാൻ ഏറ്റുപിടിക്കുകയാണ് ചെയ്യേണ്ടത്, അതിനൊപ്പം നിൽക്കുകയാണ് പ്രതിപക്ഷവും ചെയ്യേണ്ടത്. വളരെ നന്ദി ചർച്ചയിൽ ചേർന്നതിന് ഡോക്ടർ ഷിജു ഖാൻ, ഒപ്പം തൗഫീഖ് രാജൻ, ഡോക്ടർ ജയപ്രകാശ്. ന്യൂസ് ആൻഡ് വ്യൂസ് അവസാനിക്കുന്നു.